അല്ലാഹുവിനെ ഭയപ്പെട്ട് മനസ്സാന്നിധ്യത്തോടുകൂടി അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് നീ പാരായണം ചെയ്താൽ കഠിനമായ ചൂടുള്ള ശക്തമായി കത്തിക്കൊണ്ടിരിക്കുന്ന തീ അഥവാ നരകം, അതിന്റെ നാശത്തിൽ നിന്ന് ഭയപ്പെട്ടുകൊണ്ട് നീ ഖുർആൻ പാരായണം ചെയ്താൽ ആ ഖുർആൻ പാരായണം നിമിത്തം നിനക്ക് അതിന്റെ ചൂടിനെ കെടുത്തിക്കളയാൻ കഴിയും കേട്ടോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ ശരിക്കും മനസാന്നിധ്യത്തോടെ തഖ്വയോടെ അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് ഓതിയാൽ അവന് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കടക്കാൻ നിമിത്തമാകുന്ന ധാരാളം പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തുന്നു. അവന്റെ മനസ്സ് ശുദ്ധിയാകുന്നു, അവന്റെ പ്രവർത്തനം നന്നാകുന്നു, അവന്റെ ഈമാൻ വർദ്ധിക്കുന്നു, അവൻ നരകത്തിൽ നിന്ന് അകലുന്നു, സ്വർഗവുമായി അടുക്കുന്നു. മസലുൽ മുഅ്മിനിൽ ലദീ യഖറഉൽ ഖുർആന കമസലിൽ ലുത്റുജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഓതുന്ന ഒരു സത്യവിശ്വാസി അവന്റെ ഉപമ, അവന്റെ ഉദാഹരണം അതൊരു നാരങ്ങയുടെ ഉദാഹരണമാണ്. റീഹുഹാ ത്വയ്യിബുൻ വ തുഅമുഹാ ത്വയ്യിബ്. ആ നാരങ്ങയുടെ മണം നല്ലതാണ്, രുചിയും നല്ലതാണ്. അതേസമയം മസലുൽ മുഅ്മിനിൽ ലദീ ലാ യഖറഉൽ ഖുർആന, ഖുർആൻ ഓതാത്ത ഒരു മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവന്റെ ഉദാഹരണം കമസലി തംരി, അത് കാരക്ക പോലെയാണ്. കാരണം എന്താണ്? റീഹു അദാ തുഅമുഹാ ത്വയ്യിബുൻ വലാ റീഹ ലഹാ. അതിന് തിന്നാൽ മധുരമുണ്ട്, പക്ഷേ അതിന് പരിമളമില്ല, നല്ല വാസനയില്ല. വമസലുൽ ഫാജിരിൽ ലദീ യഖറഉൽ ഖുർആന, ഇനി ആള് മോശക്കാരനാണ്, പക്ഷേ ഖുർആൻ ഓതുന്നവനാണ്. എന്നാൽ അവന്റെ ഉപമ കമസലി റൈഹാൻ, ഒരു റൈഹാൻ പുഷ്പം പോലെയാണ്. അതേ റീഹുഹാ ത്വയ്യിബുൻ, അതിന്റെ പരിമളം, അതിന്റെ മണം നല്ലതാണ്. പക്ഷേ വതുഅമുഹാ മുർറുൻ, അത് തിന്നു നോക്കിയാൽ കയ്പാണ്. കാരണം ഇവൻ ഈമാൻ കുറവാണ്, തഖ്വ കുറവാണ്, ആള് മോശക്കാരനാണ്, അതാണ് രുചി മോശമാണ്. പക്ഷേ ഖുർആൻ ഓതുന്നവനായത് കൊണ്ട് പരിമളം നല്ലതാണ്. വമസലുൽ ഫാജിരിൽ ലദീ ലാ യഖറഉൽ ഖുർആന, എന്നാൽ ഖുർആൻ ഓതാനും തയ്യാറില്ലാത്ത ഒരു തെമ്മാടിയായാൽ, ഒരു മോശക്കാരനായാൽ അവന്റെ ഉദാഹരണം കൊട്ടപ്പീരക്കയുടെ കായ പോലെയാണ്. ആ കായ, അതിന്റെ മണം വളരെ മോശമാണ്, അതിന്റെ പുറമെ രുചി അതിനേക്കാൾ മോശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ ഖുർആൻ ഓതുക എന്നത് അത് വലിയ പരിമളമുണ്ടാക്കുന്ന, അതേ പരിസരം മുഴുവനും ബറക്കത്തിറങ്ങുന്ന, പരിസരങ്ങളിൽ മുഴുവനും മഹത്വം ലഭിക്കുന്ന വലിയ ഒരു സംഗതിയാണ് ഖുർആൻ പാരായണം. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഖുർആൻ നിങ്ങൾ ഓതുന്നില്ലെന്നിരിക്കട്ടെ, എന്നാൽ ഒരാൾ ഓതുന്നുണ്ടെങ്കിൽ ആ ഓതുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, മിണ്ടാതെ ഖുർആൻ കേട്ടുകൊണ്ടേ ഇരിക്കണം. ഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു.
ലഅല്ലക്കും തുർഹമൂൻ. ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കും. സംശയമില്ലല്ലോ, ഖുർആൻ ഓതുന്ന സ്ഥലങ്ങളിലൊക്കെ കാരുണ്യമുണ്ടാകും. നമ്മൾ പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ധാരാളം ഖുർആൻ ഓതാൻ പ്രചോദനം നൽകുന്ന പ്രസ്ഥാനമാണ്, ആശയമാണ്. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതും, മയ്യിത്തെടുക്കുമ്പോൾ ഖുർആൻ ഓതും, ദുആ ചെയ്യുമ്പോൾ ഖുർആൻ ഓതും, അങ്ങനെ തുടങ്ങി ഖബറിന്റെ സമീപത്ത് ഖുർആൻ ഓതും. അങ്ങനെ എവിടെയും, എന്തിനധികം പറയണം, വലിയ സന്തോഷമുള്ള ഘട്ടങ്ങളിൽ പോലും നമ്മൾ വീട്ടിൽ നിന്ന് ഒരാൾ പുതുമാരനായി പുതിയാപ്പിളയായി ഇറങ്ങുകയാണ്. അപ്പോ ആ സദസ്സിലുള്ള ഒരു സയ്യിദോ അല്ലെങ്കിൽ ഒരു പണ്ഡിതനോ നേതൃത്വം കൊടുത്തുകൊണ്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ നടത്തും. വെറും ദുആ അല്ല, ഫാത്തിഹ ഓതി ദുആ ചെയ്യും. എന്തേ കാരണം? സൂറത്തുൽ ഫാത്തിഹ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അത് പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, വഅതൈനാക സബ്അൻ മിനൽ മസാനി. ഓ നബിയേ, തങ്ങൾക്ക് നമ്മൾ ആവർത്തിച്ച് ഓതപ്പെടുന്ന 7 ആയത്തുകൾ തന്നിട്ടുണ്ട് നബിയേ. ആ 7 ആയത്തുകൾ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ്. അത് വലിയ മഹത്വമുള്ളതാണ്. നബിതങ്ങളോട് ഖുർആൻ വലിയ ഒരു അനുഗ്രഹമായി എടുത്തു പറയുകയാണ്. ഇനി നിങ്ങൾക്ക് കാണാം, ഹദീസിലേക്ക് കടന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്തിന്റെ ഭാഗത്ത് നിന്നൊരു വല്ലാത്ത ശബ്ദം കേട്ടു. ഒരു വലിയ വാതിൽ പൊളി അതിങ്ങനെ തുറക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ടു. ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴതാ ഒരു മലക്ക് ആകാശത്ത് നിന്ന് താഴോട്ട് ഇറങ്ങി വരികയാണ്. വന്നിട്ട് എന്റെ സമീപത്ത് വന്നിട്ട് എന്നോട് പറയുകയാണ്, ഓ നബിയേ, അബ്ശിർ ബിനൂറൈനി, അബ്ശിർ ബിനൂറൈനി, 2 വെളിച്ചം, 2 പ്രകാശം, 2 ഒളിവ്. ആ 2 പ്രകാശം കൊണ്ട് അവിടുന്ന് സന്തോഷിച്ചോളൂ നബിയേ. അത് 2ഉം അങ്ങേക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് സന്തോഷിച്ചോളൂ നബിയേ. എന്താണത്? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയാണ്. വഖവാതീമു സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്തിന്റെ അവസാനത്തിലുള്ള ആയത്തുകളുമാണ്. അത് 2ഉം വലിയ വെളിച്ചമാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാണ്, ലൻ തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ആ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നുള്ള ഒരു അക്ഷരമെങ്കിലും ഓതിയിട്ട് നിങ്ങളൊരു ദുആ നടത്തിയാൽ, അതുപോലെ അൽ ബഖറ സൂറത്തിന്റെ അവസാനത്തെ ആയത്തുകൾ ഓതിയിട്ട് അതിൽ നിന്ന് ഒരക്ഷരമെങ്കിലും ഓതിയിട്ട് ഒരു ദുആ നടത്തിയാൽ ദുആക്ക് ഉത്തരം ലഭിക്കാതെ പോകൂല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിലെ ഹദീസിൽ നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ തന്നെ വലിയ ബറക്കത്തുണ്ട്, വലിയ റഹ്മത്തുണ്ട്. അതിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട്. അങ്ങനെ പല സൂറത്തുകൾക്കും പ്രത്യേകതകൾ ഉണ്ട്. സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുന്നവരാണ് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ഏത് ഘട്ടത്തിൽ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ, ചിലപ്പോൾ പുതിയ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, കല്യാണം നിശ്ചയിക്കുമ്പോൾ, നിക്കാഹി കഴിഞ്ഞാൽ, അതുപോലെ നിക്കാഹിന് വേണ്ടി ഇറങ്ങുമ്പോൾ, പുതിയ ഒരു കട തുടങ്ങുമ്പോൾ, യാത്ര പോകുമ്പോൾ, അവിടെ എല്ലാം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുക എന്നത് പരിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കുത്തകയാണ്. വേറെ ആർക്കും അതില്ല. അവര് ചിലപ്പോ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോലെ, ഭാഗ്യമില്ലാതിരുന്നാൽ അങ്ങനെ.
എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ അത് ധാരാളമായി ഓതുന്നു അല്ലാഹുവിന്റെ മഹാന്മാരുടെ ഖബറിങ്കൽ വെച്ച്. അതൊരു വലിയ ഭാഗ്യമാണ്. ധാരാളം സാധുക്കളെ സഹായിക്കുകയും സർവരാജ്യങ്ങളിലും ധാരാളം സഹായമെത്തിക്കുകയും ചെയ്ത വലിയ ഒരു കാരുണ്യത്തിന്റെ മനസ്സുള്ള ഭരണാധികാരി ആയിരുന്നു ശൈഖ് സായിദ് ഇബ്നു സുൽത്താൻ അൽ നഹ്യാൻ UAE എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്ഥാപകനും അതിന്റെ രാഷ്ട്രപിതാവുമായ ആ വലിയ മനുഷ്യൻ. അദ്ദേഹം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റമദാനായാൽ പല രാഷ്ട്രങ്ങളിൽ നിന്നും പണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തും. എന്നിട്ട് അവർക്ക് കാറും റൂമും വിസയും എല്ലാം കൊടുത്ത് എല്ലാ പള്ളിയിലും പറഞ്ഞയച്ച് വിവിധ ഭാഷകളിൽ ഇൽമു പറയിപ്പിക്കും. റമദാൻ 1 മുതൽ 20 വരെ. അവരുടെ പിൻഗാമിയായി മരണപ്പെട്ടു പോയ ശൈഖ് ഖലീഫ ഇബ്നു സായിദ് അദ്ദേഹവും അങ്ങനെ തന്നെ ചെയ്തു. ഇപ്പോൾ അവരുടെ പിൻഗാമിയായി ഉള്ള ശൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ സുൽത്താൻ അൽ നഹ്യാൻ അവറുകളും ഹഫിളഹുല്ലാഹ് അവരൊക്കെ അങ്ങനെ പതിവ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ 4 റമദാനുകളിൽ അവരുടെ അതിഥിയായി വിദേശ രാജ്യങ്ങളിൽ പോയി 20 ദിവസം ദീനിയായ പ്രഭാഷണങ്ങൾ പല സ്ഥലങ്ങളിലും പല പള്ളികളിലും നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ഭാഗ്യം ശൈഖ് സായിദിന് കൊടുത്തതിന്റെ പേരിലാകാം, അതുപോലെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ആദരിച്ചതിന്റെ പേരിലാകാം. ഇന്നും ചെന്നാൽ നമുക്ക് കാണാം അദ്ദേഹത്തിന്റെ അബൂദാബിയിലെ വലിയ പള്ളിയുടെ സമീപത്താണ് അദ്ദേഹത്തിന്റെ ഖബർ. അദ്ദേഹത്തെ ഖബറിൽ വെച്ചതിന് ശേഷം ഇതേവരെ തുടരെ മുറിഞ്ഞു പോകാതെ ഖബറിന്റെ സമീപത്ത് ഖുർആനോത്ത് നടക്കുന്നു. അത് വേറെ എവിടെയും എന്റെ ശ്രദ്ധയിൽ അതാ ഭരണാധികാരികൾക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഒക്കെ ചിലപ്പോൾ അങ്ങനെ സ്ഥാനം ലഭിച്ചവർ ഉണ്ടാകാം. അവരിൽ ചിലർ ഖബറിൽ വെച്ച് ഖുർആൻ ഓതുന്നവരും ഉണ്ടാകാം. അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു വരുന്നത് ഖുർആൻ ഓതുന്ന സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് വഅദിൽ വന്ന എന്റെ സഹോദരിമാരോട്, സഹോദരന്മാരോട്, യുവാക്കളോട്, എല്ലാവരോടും ആദ്യമായി തന്നെ പറയട്ടെ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. നമ്മൾ ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി ശ്രമിക്കണം. ധാരാളം ഖുർആൻ ഓതണം. പത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, വാട്സപ്പിൽ നമ്മൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, ആ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ സമയമെങ്കിലും നമ്മൾ കണ്ടെത്തണം എന്ന് ആദ്യമായി തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഖുർആനിന്റെ ആ വലിയ ശക്തി ഖുർആൻ തന്നെ പറയാണ്. അതാ നല്ല പാറക്കല്ലുള്ള മലകളാണ് മക്കയിലും മദീനയിലുമൊക്കെ. നമ്മളെ നാട്ടിലെ പോലെ മണ്ണ് കൂമലായ മലയല്ല, വെറും പാറയാണ്. അത്തരത്തിലുള്ള പാറയുടെ മേൽ ഖുർആൻ ഇറക്കിയെങ്കിൽ അല്ലാ പറയാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ആ പാറയുണ്ടല്ലോ, മലയുണ്ടല്ലോ, അത് പൊട്ടിക്കീറിപ്പോകും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. കാരണം ഇത് പരിശുദ്ധ ഖുർആനാണ്, റബ്ബിന്റെ കലാമാണ്. അതിന് വലിയ അസറാണ്, വലിയ ഫലമാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിങ്ങൾ കണ്ടില്ലേ, സഹാബത്തിൽ നിന്ന് ഒരു ടീം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര പോകുമ്പോ ഒരു പ്രദേശത്തെത്തിയപ്പോൾ ആ പ്രദേശത്തുകാർ അവരെ ക്ഷണിക്കുകയും അവരെ സൽക്കരിക്കുകയും ചെയ്തില്ല.
അന്യനാട്ടുകാരായ വല്ലവരും നമ്മുടെ നാട്ടിൽ വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുത്ത് സൽക്കരിക്കുക എന്നതൊരു മാന്യതയാണ്. അത് ഇസ്ലാമിന്റെ ഒരു സംസ്കാരമാണ്. എന്തിനു വന്നു എന്ന് ചോദിക്കാതെ 3 ദിവസം അന്യനാട്ടുകാര് വന്നാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് നിയമം. ഇസ്ലാം എന്ന് പറയുന്നത് വെറും ഒരു നിസ്കാരവും നോമ്പും മാത്രം പഠിപ്പിച്ച മതമല്ലല്ലോ. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ച തുല്യതയില്ലാത്ത മതമാണല്ലോ. നബിയൂനൽ ആമീറുൻ നാഹി ഫഅല അഹദു അബറഅ ഫീ ഖൗലി ലാ മിൻഹു വഅല നഅമീൻ. ഒരു മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അനാവശ്യമായതെല്ലാം അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ അന്യനാട്ടുകാരായ ആളുകൾ നാട്ടിൽ വന്നാൽ അവരെ സൽക്കരിക്കണമെന്നാണ് നിയമം. എന്നാൽ ഈ സഹാബികളെ സൽക്കരിക്കാനോ സ്വീകരിക്കാനോ ആ നാട്ടുകാര് സന്നദ്ധരായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രമുഖനായ ഒരു വ്യക്തിയെ അതാ വിഷം തീണ്ടുന്നു. അദ്ദേഹം അതാ മറിഞ്ഞു വീഴുന്നു. അവസാനം അവർ ഈ നാട്ടിലേക്ക് കടന്നു വന്ന ടീമായ സഹാബികളെ വന്ന് കാണുന്നു. ഹൽ മിൻകും മിറാഖ്, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോൾ സഹാബത്തിൽ നിന്നൊരാൾ പറയുന്നു, വല്ലാഹി ഇന്നി ലറാഖ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ മന്ത്രിക്കുന്നവനാണ്. സഹാബത്ത് മന്ത്രിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ മന്ത്രിക്കാറുണ്ട്. ഖുർആൻ ഓതി മന്ത്രിക്കാറുണ്ട്. അല്ലാഹുവിന്റെ അസ്മാഉകൾ ചൊല്ലി മന്ത്രിക്കാറുണ്ട്. അതുപോലെ കാവലിനുള്ള കാര്യങ്ങൾ ചൊല്ലി മന്ത്രിക്കാറുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് നബി തങ്ങളുടെ കാലത്ത് തന്നെ മന്ത്രിച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം മന്ത്രിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇസ്ലാം അംഗീകരിക്കുന്ന മന്ത്രമാണ്. ഏതെങ്കിലും ദൈവങ്ങളെ വിളിച്ചുകൊണ്ട്, ബഹുദൈവങ്ങളെ വിളിച്ചുകൊണ്ടുള്ള മന്ത്രമോ, ഏതെങ്കിലും ഇസ്ലാമിക വിരുദ്ധ ആശയം പറഞ്ഞുകൊണ്ടുള്ള മന്ത്രമോ ജപങ്ങളോ അല്ല. പക്ഷേ നിങ്ങൾ ഈ നാട്ടിൽ വന്നിട്ട് ഭക്ഷണം തരാത്ത നാട്ടുകാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മന്ത്രിക്കണമെങ്കിൽ നല്ല തുക തരണം, അല്ലാതെ മന്ത്രിക്കില്ല എന്ന് ആ സഹാബി കണിശമായി സംസാരിക്കുകയാണ്. അപ്പോ അവര് എന്താ വേണ്ടത്? അങ്ങനെ സംസാരിച്ച് അവര് തമ്മിൽ ഫസാലഹൂഹും അലാ ഖതീഇൻ മിൻ ഗനമിൻ, ബുഖാരിയിലെ ഹദീസാ. കുറെ ആടുകളെ, കുറച്ചൊന്നുമല്ല, കുറെ ആടുകളെ അല്ലെങ്കിൽ 30-ലധികം ആടുകളെ ഒരു മന്ത്രത്തിന് കൊടുക്കാം എന്ന് തീരുമാനിച്ചു. അദ്ദേഹം ചെന്ന് ഫഖറഅ സൂറത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മി കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ആയത്താണ് സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ സൂറത്തിന്റെ പേര് പറയുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എന്ന് പറയും. അതിനർത്ഥം അതിന്റെ തുടക്കത്തിൽ ബിസ്മില്ല എന്നല്ല. ലീലാഫി ഖുറൈശ് സൂറത്ത് എന്ന് പറയും. അതിന്റെ അർത്ഥം അതിന്റെ തലക്ക് ബിസ്മില്ല എന്നല്ല. ഇതുപോലെ അതാ ബിസ്മിയുടെ ശേഷമുള്ള ആയത്ത് പറഞ്ഞുകൊണ്ടാണ് സൂറത്തിന് പലപ്പോഴും പേര് പറയുക. ആ നിലക്ക് പറയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്ത് അതാ ഓതിയിട്ട് മന്ത്രിക്കുന്നു, അഥവാ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുന്നു. മന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രോഗവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ ഉന്മേഷത്തോടെ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു.
ആടുകളെ കൂലി കൊടുക്കുന്നു. അതും വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വരുന്നു. വന്നിട്ട് ഒരാൾ പറയുന്നു, നബിയെ അഖദ അലാ കിതാബില്ലാഹി അജ്റാ, ഇദ്ദേഹം ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങി നബിയേ. സുബ്ഹാനല്ലാഹ്. ചിലര് ചോദിക്കും, ഷെയ്ഖ് സായിദിന്റെ മഖ്ബറയിൽ ഖുർആൻ ഓതുന്നവർക്ക് ശമ്പളം കൊടുക്കണ്ടേ? അതുപോലെ തന്നെ ചിലപ്പോൾ മരിച്ച വീട്ടിൽ വെച്ച് ഖുർആൻ ഓതിയാൽ അവർക്ക് ഹദിയ കൊടുക്കൂലേ? അതുകൊണ്ട് മുസ്ലിയാമാര് ഹദിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണിത് എന്ന് ഒരുപക്ഷെ അവര് പറഞ്ഞേക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ അതിനൊന്നും സമയമില്ല. ഞാനൊരു മരിച്ച വീട്ടിൽ ചെന്നപ്പോ അതാ അവിടുന്ന് വീട്ടുകാരിൽപ്പെട്ട ചിലര് പറഞ്ഞു, ജ്യേഷ്ഠന്മാര് രണ്ടാള് തീരുമാനിച്ചിരിക്കുന്നു ഇവിടുന്ന് ഖുർആൻ ഓതാൻ പാടില്ല. കാരണം അവർ സുന്നത്ത് ജമാഅത്തിന്റെ മർജേരിയിലാണ്, ബാപ്പയാണ് മരിച്ചത്. അതേ സമയത്ത് അനുജന്മാര് പറയുന്നു ഖുർആൻ ഓതിയേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. മരിച്ച വീട്ടിൽ തർക്കമാണ്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഇവിടെ ഈ സമുദായത്തിന് സമ്മാനിച്ചത് അതാണല്ലോ. മരിച്ച വീട്ടിൽ തർക്കം, ജനിച്ച വീട്ടിൽ തർക്കം, റമദാനിന്റെ രാത്രിയിൽ പള്ളിയിൽ തർക്കം, അതേ വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയിൽ തർക്കം, എല്ലാ സ്ഥലത്തും തർക്കം. മയ്യിത്ത് കൊണ്ടുപോകുമ്പോ തർക്കം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നരകത്ത് കിടക്കുമെന്നാണ് തർക്കം. സുബ്ഹാനല്ലാഹ്. ഖുർആൻ ഓതിയ നരകത്ത് കിടക്കുമെന്നാണ് തർക്കം. അങ്ങനെ ഖുർആൻ ഓതാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കടുത്തൊരു വീട്ടിൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് അവസാനം എന്തായി? ഉമ്മ പറഞ്ഞു ഓതിയേ പറ്റൂ. അപ്പൊ പിന്നെ അവര് പിന്നെ ഒന്നും മിണ്ടിയില്ല, കൊണ്ട് ഓത്ത് നടക്കുകയാണ്. ഞാൻ ചോദിച്ചു, അവരെന്താ പറഞ്ഞ? ഖുർആൻ ഒന്നും അവരെതിര് പറഞ്ഞു. അത് അവർ അവസാനം പറഞ്ഞു, ഓതുന്നെങ്കിൽ ഓതിക്കോട്ടെ, കൂലിക്ക് ഓതണ്ട. ഓതുന്നെങ്കിൽ ഓതിക്കോട്ടെ, കൂലിക്ക് ഓതണ്ട. മൗലിയാമാരൊന്ന് ഇൻസൾട്ട് ആക്കിയതാ, കൂലിക്ക് ഓതണ്ട. ഞാൻ ചോദിച്ചു, അയാൾക്ക് എന്താ ജോലി? അപ്പൊ അയാളൊരു മൗലവിയാണ്. ശരി, മൗലവിയാ, അയാൾക്ക് എന്താ ജോലി? പള്ളിയിലെ ഇമാമാണ്. ഞാൻ പറഞ്ഞു, കൂലിക്ക് നിസ്കരിക്കുന്ന ആളല്ലേ അയാള്? കൂലിക്ക് നിസ്കരിക്കുന്ന, ഇത് ഖുർആനല്ലേ, നിസ്കരിച്ചിട്ട് കൂലി വാങ്ങുന്ന ആളല്ലേ അയാള്? പിന്നെ അയാളാ കൂലിക്ക് ഖുർആൻ ഓതണ്ടാന്ന്? നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആ മനുഷ്യൻ പഠിച്ചിട്ടില്ല. നിസ്കാരത്തിലെ ഒന്നാമത്തെ പരിപാടി അല്ലാഹു അക്ബർ എന്ന് ദിക്റിയല്ല. പിന്നെ അങ്ങോട്ട് എന്താണ്? പിന്നെ ഫർളായ സംഗതി അൽ ഫാത്തിഹ, ഖുർആൻ ഓതല. എന്നിട്ട് ആ വകയിൽ മാസത്തിൽ ശമ്പളം വാങ്ങിയിട്ട് വൗച്ചർ ഒപ്പിട്ട് കൊടുക്കുന്ന മൗലവിയാണ് ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങാൻ പറ്റൂല എന്ന് പറയുന്നത്. ഇയാൾ ഖുർആൻ ഓതിയിട്ട് മാത്രമല്ല, സുജൂദ് ചെയ്തിട്ടും കൂടി അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തിട്ട് കൂലി വാങ്ങുന്ന ആളാണ് എന്ന് അയാളെ പറ്റിയും പറഞ്ഞൂടെ? ഓ സഹോദരന്മാരെ, സാധാരണക്കാരായ ചെറുപ്പക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി പറയുന്ന ചില കുതന്ത്രങ്ങളാണത് പുത്തൻവാദികൾ. എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കണം. അതാ ഈ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദുമാർ, അവര് 5 നേരവും കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് നിൽക്കുമ്പോ അവർക്ക് പിന്നെ വേറൊരു ജോലിക്ക് പോകാൻ കഴിയോ? അതുപോലെ തന്നെ നമ്മൾ മരിച്ച വീട്ടില് വന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഖുർആൻ ഓതുന്ന ഒരു മുസ്ലിയാർക്ക് അദ്ദേഹത്തിന് വേറൊരു ജോലിക്ക് പോകാൻ കഴിയോ? അപ്പോൾ അദ്ദേഹത്തിനൊരു ഹദിയ ആ വീട്ടുകാർ വളരെ ആദരവോടെ ബഹുമാനത്തോടെ കൊടുക്കുന്നു. അതുപോലെ പള്ളിയിൽ ഇമാമത്ത് നിന്ന ഉസ്താദിന് പെരുന്നാളിനോ അല്ലെങ്കിൽ മാസത്തിൽ അവസാനമോ ഒരു ഹദിയയായി കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിനെ നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്നത് അഹങ്കാരമല്ലേ, വങ്കത്തമല്ലേ? അത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് അയാളെ വീട്ടിൽ നിന്ന് തന്നെ ഖുർആൻ ഓതിക്കൂടെ? മരിച്ച വീട്ടിൽ വന്നിട്ട് ഓതണോ? അദ്ദേഹത്തിന്റെ നിസ്കാരം അയാളെ മഹല്ലത്ത് നിന്ന് തന്നെ നിസ്കരിച്ചുകൂടെ? വേറൊരു നാട്ടിൽ വന്ന് നിസ്കരിക്കണോ? അതൊക്കെ ആലോചിക്കണ്ടേ ഈ പറയുന്നവൻ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതാ പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് കൂലി വാങ്ങി എന്നൊരു കംപ്ലൈന്റ് ആണ് സഹാബത്തിനെ സംബന്ധിച്ച് വന്ന് പറയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസാണ്. ആ സമയത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? അഹഖു മാ അഖൽതും അലൈഹി അജ്റൻ കിതാബുല്ലാഹ്. ഇവിടെ കൂലി വാങ്ങിയിട്ട് ചെയ്യുന്ന ഒരുപാട് പരിപാടികളുണ്ട്. അതിലേറ്റവും കൂലി വാങ്ങാൻ അർഹതപ്പെട്ട അവകാശപ്പെട്ട കാര്യം അല്ലാഹുവിന്റെ ഖുർആനാണ്.
ഖുർആൻ പഠിപ്പിച്ചിട്ട് ശമ്പളം വാങ്ങുക, ഖുർആൻ ഓതിയിട്ട് ഹദിയ വാങ്ങുക, അതുപോലെ ഖുർആൻ ഓതി നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതി ദർസ് നടത്തിയിട്ട് അവിടെ അതെല്ലാം ഏറ്റവും അർഹതപ്പെട്ടതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി. ആ മന്ത്രിച്ച് ഫാത്തിഹ ഓതി മന്ത്രിച്ച് ഖുർആൻ ഓതിയതിന് അംഗീകാരം കൊടുത്തുകൊണ്ട് ആ ആട്ടിന്റെ മാംസം ബാക്കിയുണ്ടെങ്കിൽ ഒരൽപ്പം എനിക്കും തരൂ എന്ന് പറഞ്ഞ് തിന്ന് കാണിച്ചു കൊടുക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലതുണ്ട്. ഞാൻ ഈ ഹദീസ് എന്തിനു പറഞ്ഞു? ഖുർആനിന്റെ പവർ അത് മനസ്സിലാക്കാനാണ്. തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ വിഷം തീണ്ടിയിരിക്കുന്നു, അദ്ദേഹത്തിനെ ഖുർആൻ ഓതി പിഞ്ഞാണത്തിൽ കലക്കി കുടിപ്പിച്ചിട്ടൊന്നുമില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ സമീപത്തിരുന്നിട്ട് ഖുർആൻ ഓതിയതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ സമീപത്തിരുന്ന് ഫാത്തിഹ ഓതിയപ്പോൾ സമീപത്തുള്ള വിഷം തീണ്ടിയ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വിഷമിറങ്ങിപ്പോയി, പ്രശ്നം പരിഹരിച്ചുപോയി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഖുർആൻ ഓതുന്ന സദസ്സിന് എത്ര ബറക്കത്തുണ്ടെന്ന്, ഖുർആൻ ഓതുന്നതിന് എത്ര ഫലങ്ങളുണ്ടെന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമല്ലേ? ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ സുഹൃത്തുക്കളെ. അല്ലാഹുവിന് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തല്ലേ നിസ്കാരം. അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്സലാ. നിസ്കാരം, ആ നിസ്കാരം തന്നെ അല്ലാഹു സംവിധാനിച്ചത് എങ്ങനെയാ? നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് നേരത്തെ ഇവിടെ സംസാരിച്ച ഉസ്താദ് ഒരു തുടക്കം പറഞ്ഞതുപോലെ എനിക്ക് തോന്നി, നിയ്യത്ത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും നിയ്യത്തനുസരിച്ചാണ്. അങ്ങനെയാണല്ലോ. അല്ലാഹുവിന്റെ പൊരുത്തം കരുതി അല്ലാഹുവിന് സമർപ്പിക്കണം എല്ലാ കാര്യങ്ങളും, എല്ലാ വിഷയവും. من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما مدحورا ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ഇന്ന് രാവിലെ സിറാജുൽ ഹുദയിലെ മുതഅല്ലിമീങ്ങൾക്ക് ജലാലൈനി തഫ്സീർ സൂറത്തുൽ ഇസ്രാ ഓതിക്കൊടുത്തപ്പോ ഞാൻ മഅന പറഞ്ഞു കൊടുത്ത ആയത്താണത്. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. ആരെങ്കിലും ഈ ദുനിയാവിലുള്ള താൽക്കാലികമായ സുഖത്തെയോ താൽക്കാലികമായ സ്ഥാനത്തെയോ താൽക്കാലികമായ കാര്യലാഭത്തെയോ അങ്ങനെ ഈ ഭൂമിയിൽ പെട്ടെന്ന് കിട്ടുന്ന ചില ഗുണഫലങ്ങളുണ്ടല്ലോ, അത് ഉദ്ദേശിച്ചുകൊണ്ട് വല്ലവനും പ്രവർത്തിച്ചാൽ من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد. അവൻ ഉദ്ദേശിച്ച കാര്യം അവൻ ഉദ്ദേശിച്ചതുപോലെ കൊടുക്കും നല്ല പടച്ചവൻ പറയുന്നത്. അജ്ജൽനാ ലഹു മാ നശാഉ ലിമൻ നുരീദ്. അങ്ങനെ ദുനിയാവ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിച്ചത് പ്രകാരം ഉദ്ദേശിച്ചത് നമ്മൾ ഈ ദുനിയാവിൽ കൊടുത്തു എന്ന് വരും. എന്റെ പേര് പത്രത്തിൽ വരണമെന്നുദ്ദേശിച്ചു, എന്റെ ഫോട്ടോ എല്ലാ സ്ഥലത്തും തൂങ്ങിക്കാണണമെന്നുദ്ദേശിച്ചു, അല്ലെങ്കിൽ എന്റെ കട്ടൗട്ട് വെക്കണമെന്നുദ്ദേശിച്ചു, അല്ലെങ്കിൽ എനിക്കതാ സ്വാഗതം വളരെ നീട്ടി പറയണമെന്നുദ്ദേശിച്ചു, അല്ലെങ്കിൽ നന്ദി പറയണമെന്നുദ്ദേശിച്ചു, അല്ലെങ്കിൽ ഞാൻ വരുന്ന ആളുകളൊക്കെ എഴുന്നേറ്റ് നിൽക്കണമെന്നുദ്ദേശിച്ചു, അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ആളുകൾ കൈയടിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു തക്ബീർ ചൊല്ലിക്കണമെന്നോ, ഇങ്ങനെയൊക്കെയുള്ള ദുരുദ്ദേശങ്ങളുണ്ടല്ലോ. അഥവാ തക്ബീർ ചൊല്ലുന്നത് തെറ്റായിട്ടല്ല, അതുപോലെ എഴുന്നേറ്റ് നിൽക്കൽ മോശമായിട്ടല്ല. പക്ഷേ പ്രസംഗിക്കുന്നവന്റെ മനസ്സിൽ ജനങ്ങളുടെ കയ്യടി വാങ്ങണമെന്നോ, ജനങ്ങൾ എന്നെ ആദരിക്കണമെന്നോ,
അങ്ങനെ ഒരു വിചാരത്തോടെ പ്രസംഗം നടത്താൻ പാടില്ലല്ലോ. ഖുർആൻ ഓതുന്നവൻ എന്റെ ഖുർആൻ ഓത്തുകൊണ്ട് ഞാൻ നല്ല ഓത്തുകാരനാണെന്ന് ജനങ്ങൾ പറയണം എന്ന് ചിന്തിക്കാൻ പാടില്ലല്ലോ. സദഖ ചെയ്യുന്നവൻ ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങൾ കരുതണം എന്ന് ചിന്തിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ഈ ഭൂമിലോകത്തുള്ള ജനങ്ങളുടെ ആ പുകഴ്ത്തി പറയലോ ജനങ്ങളുടെ ആദരവുകളോ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ലല്ലോ. ഏത് കാര്യം ചെയ്യുമ്പോഴും വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്യാതെ ദുനിയാവ് ഉദ്ദേശിച്ച് വല്ലവനും ചെയ്താൽ ഖുർആൻ പറയുന്നു നമ്മൾ അത്തരക്കാരിൽ ഉദ്ദേശിച്ചവർക്ക് നമ്മൾ ഉദ്ദേശിച്ചത് കൊടുക്കും. അതേ ചിലപ്പോൾ അവന്റെ കട്ടൗട്ട് പൊങ്ങിയെന്ന് വരും, അവന്റെ ഫോട്ടോ പതിച്ചു എന്ന് വരും. അതുപോലെ തന്നെ അവന് അതാ ഒരുപാട് ആളുകൾ ആദരിച്ചു ബഹുമാനിച്ചു എന്ന് വരും. അതേ ആളുകൾ ചിലപ്പോൾ കൈപിടിച്ചു ചുംബിച്ചു എന്ന് വരും. അങ്ങനെ പലതും പലതും ചെയ്തു എന്ന് വരും. പക്ഷേ അവന്റെ ഉദ്ദേശം പടച്ചവന്റെ പൊരുത്തമല്ലെങ്കിൽ ثم جعلنا له جهنم يصلاها مذموما مدحورا. അവന് ജഹന്നമാകുന്ന നരകം നമ്മൾ വെച്ചിട്ടുണ്ട് നബിയേ. അവനതാ ആട്ടി ഓടിക്കപ്പെടുന്ന വിധത്തിൽ, എടുത്തെറിയപ്പെടുന്ന വിധത്തിൽ ആക്ഷേപാർഹനായി ആ ജഹന്നമാകുന്ന നരകത്തിൽ കടക്കേണ്ടി വരും നബിയേ. നിയ്യത്ത് നല്ലതല്ലാതെ പ്രവർത്തിച്ചാൽ അവന്റെ സങ്കേതം നരകമാണ്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സയ്യഹാ വഹുവ മുഅ്മിൻ. അതേ സമയത്ത് ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് വല്ല സേവനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്താൽ എങ്ങനെ? വഹുവ മുഅ്മിൻ, അവൻ ശരിയായ വിശ്വാസിയാണ്, സുന്നത്ത് ജമാഅത്തുകാരനാണ്, അവന് പിഴച്ച വിശ്വാസങ്ങളൊന്നുമില്ല, അവൻ ശരിയായ വിശ്വാസക്കാരനാണ്. വഹുവ മുഅ്മിൻ ഫഉലൈക കാന സയ്യുഹും മശ്കൂറാ. അവന്റെ സേവനങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ അത് പടച്ച റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനങ്ങളാണ് നബിയേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വ പ്രവർത്തനങ്ങളും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ആക്കി തരുമാറാകട്ടെ. ഇരിക്കട്ടെ, ഒന്നാമത്തെ പരിപാടി മുസല്ലി ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. അങ്ങനെ ളുഹുറാണെങ്കിൽ ളുഹുർ, ഫർളാണെങ്കിൽ ഫർള്, അതൊക്കെ കരുതി ളുഹുർ എന്ന ഫർള് നിസ്കാരം, പിന്നെ വിശദമായിട്ട് ഖിബലക്ക് മുന്നിട്ട് 4 റക്അത്ത് അതായിട്ട് അങ്ങനെയൊക്കെ കരുതിയാൽ നല്ലതാണ്. അങ്ങനെയൊക്കെ നിയ്യത്ത് ചെയ്ത് അല്ലാഹുവിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി ഒന്നാമത്തെ പരിപാടി. ഈ നിസ്കാരമെന്ന വലിയ പ്രവർത്തനത്തിന്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ എൻജിൻ ക്ലിയർ ആകുന്നത് നിയ്യത്തിലൂടെയാണ്. ഇനി സ്റ്റാർട്ടാക്കലോ അതൊരു ദിക്റിലൂടെയാണ്. അല്ലാഹു അക്ബർ, അതൊരു വലിയ ദിക്റാണ്. അല്ലാഹു അക്ബർ, ആ ദിക്ർ ചൊല്ലുന്നതിനിടയിൽ ഈ നിയ്യത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടാകണം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഈ ഉദ്ദേശം ഉണ്ടാകണം. അതോടുകൂടി അല്ലാഹു അക്ബർ കൈ ഉയർത്താൻ തുടങ്ങിയാൽ ഉയർത്തി തീരുമ്പോഴേക്ക് തക്ബീറും തീരണം. അല്ലാഹു അക്ബർ, പിന്നെ കൈമെല്ലെ താഴ്ത്തി കെട്ടണം പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ. പലരും ചെയ്യൽ അങ്ങനല്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എല്ലാം കൂടി കെട്ടി തീരുമ്പോൾ തക്ബീർ തീരലാണ് പലരുടെയും. അങ്ങനെയല്ല വേണ്ടത്. ശരിയായ രൂപം, അവിടെ നിസ്കാരം ബാത്തിലാവൊന്നുമില്ല, പക്ഷെ ശരിയായ രൂപം അല്ലാഹു അക്ബർ. ചുമലിന്റെ നേരെ പൊങ്ങിക്കഴിയുമ്പോഴേക്ക് തക്ബീർ ചൊല്ലി കഴിയണം. പിന്നെ മെല്ലെ പൊക്കിളിന്റെ മേലെ നെഞ്ഞിന്റെ ചുവടെ താഴ്ത്തി കെട്ടണം. ശാഫിഈ മദ്ഹബുകാർ, ഹനഫി മദ്ഹബുകാരാണെങ്കിൽ പൊക്കിളിന്റെയും കുറച്ച് ചോട കെട്ടണം. മാലിക്കി മദ്ഹബിൽ ചിലർ തീരെ രണ്ടും താഴ്ത്തിയിടുന്നവരുണ്ട്. ഇങ്ങനെ 4 മദ്ഹബില് 3 അഭിപ്രായം മാത്രമാണ് ആ വിഷയത്തിലുള്ളത്. നെഞ്ഞത്ത് കൈകെട്ടാന്നിട്ട് ഒരു മദ്ഹബും ഇല്ല കേട്ടോ. അങ്ങനെ ഒറ്റ മദ്ഹബിലുമില്ല. മാലികുൻ വന്നുഅമാൻ വഅഹ്മദു ഇബ്നു ഹംബലിൻ വസുഫിയാൻ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഗുരുവര്യരായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു,
അവരുടെയും മുൻഗാമിയായ ഇമാം അബൂ ഹനീഫത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു, അതേ ശാഫി ഇമാമിന്റെ ശിഷ്യനും കൂടിയായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അവരെല്ലാം പരസ്പരം വലിയ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്ന പണ്ഡിതന്മാരാണ്. അതേ സമയത്ത് അതേ വഅഹ്മദ് ഇബ്നു ഹംബലിൻ വസുഫിയാൻ, ഈ പണ്ഡിതന്മാർക്ക് പുറമെ വേറെയും ചില ഇമാമീങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു വലിയ ഇമാമാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു, വേറൊരു ഇമാമാണ് സുഫിയാനുൽ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. അവരെല്ലാം ഇമാമീങ്ങളാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ആ ഇമാമീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, അവരല്ലാത്ത വേറെയും ഒരുപാട് ഇമാമീങ്ങളുണ്ട്. 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും അവരുടെ 4 മദ്ഹബിൽ എല്ലാ ഇമാമീങ്ങൾ പഠിപ്പിച്ച സംഗതികളും അവരെ 4 മദ്ഹബിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മദ്ഹബിൽ ഇല്ലാത്തതൊന്നും വേറെ എവിടെയും കാണൂല. കാണുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി തെളിയിക്കപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ വേറെ ഇമാമിങ്ങൾ കണ്ടെത്തിയ നിയമങ്ങൾ അതെല്ലാം ഈ 4 മദ്ഹബിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ 4 മദ്ഹബ് മാത്രമാണ് ലോകത്ത് നിലനിർത്തിയതും നിലനിന്ന് വന്നിട്ടുള്ളതും. അദ്ദേഹത്തിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞതാണത്. ഈ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചതാണത്. ഈ കാലഘട്ടത്തിൽ വല്ലവരും ഞാനും ഖുർആൻ നോക്കി നിയമം പറയുമെന്ന് പറഞ്ഞിട്ട് പുത്തൻവാദിയെ പോലെ ഖുർആൻ നോക്കി സ്വന്തം നിയമം പറയാൻ വന്നാൽ മർദൂദുൻ അലാ അഖബിഹി, അവനെ വന്ന കാലിന്റെ മേലെ, വന്ന മടമ്പുൻ കാലിന്റെ മേലെ അവനെ തിരിച്ചയക്കേണ്ടതാണ്. അവൻ ഇസ്ലാം പറയാനുള്ള യോഗ്യതയില്ല, അർഹതയില്ല. വഖദ് സാറഹുൽ ഇസ്ലാമിൽ യൗമ അലാ തഖ്ലീദി ഹൗലാഇൽ അഇമ്മത്തിൽ അർബഅ. ഈ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കണം എന്നതിൽ മുസ്ലിം ലോകത്ത് 2 തർക്കമില്ല. മുസ്ലിം ലോകത്തതിൽ ഭിന്നതയില്ല. 4ൽ ഒരു ഇമാമിനെ സ്വീകരിച്ചു കൊള്ളണം. അതാണ് ഇബ്നു റസ്ലാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ സുബദിൽ പാടിയത്, വഗൈറുഹും മിൻ സായിരിൽ അയിമ്മ. അതേ എല്ലാ ഇമാമീങ്ങളും അലാ ഹുദൻ വൽ ഇഖ്തിലാഫു റഹ്മാ, എല്ലാ ഇമാമീങ്ങളും സന്മാർഗത്തിലാണ്, എല്ലാവരും ഹിദായത്തിലാണ്. അപ്പോൾ ചോദിക്കും, അവർക്കിടയിൽ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ടല്ലോ. ഹനഫി മദ്ഹബിൽ കൈകെട്ടേണ്ടത് പൊക്കിളിന്റെ ചോടയാണല്ലോ, ശാഫിഈ മദ്ഹബിൽ അത് പൊക്കിളിന്റെ മേലെ നെഞ്ഞിന് ചൂടയാണല്ലോ. അതേ സമയത്ത് മാലികി മദ്ഹബിൽ ചിലർ താഴെ ഇറക്കി വെക്കലാണല്ലോ. അങ്ങനെയൊക്കെ വീക്ഷണ വ്യത്യാസമുണ്ടല്ലോ എന്ന് ചോദിക്കും. അതിനെപ്പറ്റിയാ പറഞ്ഞത്, ഇമാമിങ്ങൾക്കിടയിലുള്ള ആ വീക്ഷണ വ്യത്യാസം ഈ സമുദായത്തിന് കാരുണ്യമാണ്. അത് ഈ സമുദായത്തിന് കാരുണ്യമാണ്. അത് തല്ലൂടാനുള്ളതല്ല. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോ മസ്അലയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോ സംഘടനയിലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അതൊന്നും മുസ്ലിമീങ്ങൾക്ക് തല്ലൂടാനുള്ളതല്ല. മറിച്ച് അതിനാലൊക്കെ ഒരുപാട് ഫലങ്ങൾ ചിലപ്പോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. അവന്റെ ഹിക്മത്തൊന്നും നമുക്കറിയില്ല. അവന്റെ ഹിക്മത്തൊന്നും നമുക്കറിയില്ല. ചിലപ്പോ കുറേയേറെ സ്ഥാപനങ്ങൾ വളരാൻ, കുറേയേറെ ജനങ്ങൾ ഉണ്ടാകാൻ, കുറെ ദീനീ പ്രവർത്തകർ ഉണ്ടാകാൻ, അങ്ങനെ പല പല ഹിക്മത്തുകളും ചിലപ്പോൾ പടച്ച റബ്ബിനുണ്ടാവും. നമുക്കതറിയില്ല. അതിന്റെ പേരിൽ ഒന്നും പരസ്പരം വിവാദങ്ങൾ ഉണ്ടാക്കുകയോ പരസ്പരം ഈ ഇടിക്കുകയോ അടിക്കുകയോ കുത്തുകയോ വെറുക്കുകയോ ഒന്നും ചെയ്യാൻ മുസ്ലിമീങ്ങൾക്ക് അനുവദനീയം അല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ എല്ലാവരെയും ആദരിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരും ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ സഹകരിച്ചു കൊടുക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ അങ്ങനെ കൈവെക്കേണ്ടത് നെഞ്ഞിന് ചുവടെ പൊക്കിളിന് മേലെ ശാഫിഈ മദ്ഹബുകാര്. എന്നാൽ അതിനു മുമ്പൊരു സംഗതി വേണമല്ലോ. അതുകൊണ്ട് തന്നെ നിയ്യത്ത് ഫർദ് 1,
തക്ബീറത്തുൽ ഇഹ്റാം ഫർള് 2. അതേ മൂന്നാമത്തെ ഫർള് സുബ്ഹാനല്ലാഹ് എണ്ണുന്നതെന്താണ്? ഫാത്തിഹയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താ മോനെ മൂന്നാമത്തെ ഫർള്? നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫർള് 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 ഖിയാമ് നിൽക്കാൻ കഴിയുന്നവർ നിൽക്കൽ. ഇത് നോട്ട് ചെയ്യണോ? കാരണം പള്ളിയിലൊക്കെ കസേര കൂടുകയാണ്, ഒരുപാട് കസേര. ഒരു നിലക്കും നിൽക്കാൻ കഴിയാത്തവർക്ക് കസേരയിൽ ഇരുന്ന് നിസ്കരിക്കാൻ വകുപ്പുണ്ട് എന്ന് വിചാരിച്ചിട്ട് നല്ല ജോറായിട്ട് കാറിൽ കേറി വന്ന് അവിടെ മുറ്റത്ത് ഇറങ്ങി നടന്നിട്ട് പള്ളിയിൽ വന്ന് എന്നിട്ട് കസേരയിൽ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. നിസ്കാരത്തിന്റെ ഫർളാണ്. കഴിവുള്ളവൻ ഫർള് നിസ്കാരത്തിൽ നിൽക്കുക. സുന്നത്ത് നിസ്കാരത്തിൽ നിന്നില്ലെങ്കിലും നിസ്കാരം സഹീഹാകുമെങ്കിലും പ്രതിഫലം പകുതിയായി ചുരുങ്ങും. സുന്നത്ത് നിസ്കാരത്തിൽ നിൽക്കൽ നിർബന്ധമില്ല, പക്ഷേ നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചാൽ പ്രതിഫലം പകുതിയായി ചുരുങ്ങും. അതേ സമയത്ത് ഫർള് നിസ്കാരം നിൽക്കാൻ കഴിവുണ്ടായിട്ട് നിൽക്കാതെ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്, നിസ്കാരത്തിന്റെ ഫർള് നഷ്ടമാണ്, നിസ്കാരം ബാത്തിലാണ്. എഴുന്നേറ്റ് നിൽക്കൽ. അപ്പൊ ഞാൻ പറയട്ടെ, കഴിവുള്ളവരൊക്കെ നിൽക്കണം. കഴിവുള്ളവർ സാമ്പത്തികമായി കഴിവുള്ളവരെന്നല്ല, നിൽക്കാൻ കഴിവുള്ളവർ അവര് നിന്ന് തന്നെ നിസ്കരിക്കണം. അതിന് ഉസ്താദെ നിൽക്കാൻ കഴിയൂല. ചാരി നിൽക്കാൻ പറ്റുമോ? ചുമരിനോട് ചാരി നിൽക്കാൻ പറ്റുമോ? എന്നാ ചാരി നിന്ന് നിസ്കരിക്കണം. അല്ല, ചാരി നിന്ന് നിസ്കരിച്ചാല് ഞാൻ സുജൂദ് റുക്കുവൊക്കെ ചെയ്താൽ എനിക്ക് പൊങ്ങാൻ കഴിയൂല. എന്നാൽ പിടിച്ച് പൊക്കാൻ വേണ്ടി ഒരാളെ നിർത്തണം, പിടിച്ച് പൊക്കാൻ വേണ്ടി ഒരാളെ നിശ്ചയിക്കണം. അതിനിപ്പോ ആരും കിട്ടൂല ഉസ്താദേ. എന്നാൽ അയാൾക്ക് ശമ്പളം കൊടുക്കണം, അയാൾക്ക് കൂലി കൊടുത്തിട്ട് പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കണം. കൂലി എന്ന് പറയുമ്പോ ഒരു നിസ്കാരത്തിന് പിടിച്ചു വെക്കണമെങ്കിൽ 10,000 ഉറുപ്യ തരണോന്ന് തന്നെ, അതൊന്നും കൊടുക്കണ്ട. ഒരൊത്ത കൂലി പറഞ്ഞാൽ കൂലിക്കാളെ നിർത്തിയിട്ട് പിടിച്ചിട്ട് നിന്ന് നിസ്കരിക്കണം. അതിനും സാധിക്കൂലെങ്കിലാണ് ഇരുത്തം. അല്ലാതെ പള്ളി കസേരാണ്ടോണ്ട് വേഗം ഇരുന്ന് നിസ്കരിക്കുക, അങ്ങനെ ആകരുത്. എനിക്ക് എന്റെ വാട്സപ്പിൽ ഒരാള് ഒരു മെസ്സേജ് അയച്ചു. അതാ ഞാൻ പറയാൻ കാരണം. അയാള് പറഞ്ഞു, ഒരു പള്ളിയിൽ ഏതോ ഒരാള് 50 കസേര പള്ളിയിൽ വഖഫാക്കിയിട്ടാണ് കൊടുത്തു. അപ്പൊ പള്ളിയിലെ ഇമാം എന്ത് ചെയ്തു? അയാൾക്ക് വേണ്ടി നീണ്ടൊരു ദുആ. ഉടനെ വേറൊരാള് 10 എന്റെ വകയിലും. സുബ്ഹാനല്ലാഹ്, പള്ളി മുഴുവനും ഇവിടെ നമ്മളെ കല്യാണ മണ്ഡപം പോലെയാണ്. അപ്പ വളരെ അനിവാര്യമായാൽ മാത്രം ഇരിക്കാൻ പറ്റും. ആ ഇരുത്തം തന്നെ നിങ്ങൾക്ക് നിലത്ത് തിണ്ടയിൽ അല്ലെങ്കിൽ കട്ടിലിന്റെ മുകളിൽ, കട്ടിലിന്റെ മുകളിൽ അവിടെ നിങ്ങൾക്ക് നിലത്തിരിക്കാൻ പറ്റുമോ? എന്നാൽ ആ ഇരുത്തമാണ് ഇരിക്കേണ്ടത്, കസേരയിലല്ല. അതാണ് ഏറ്റവും നല്ല ഇരുത്തം. അങ്ങനെ ഇരിക്കുമ്പോൾ ഏത് ഇരുത്തമാ നല്ലത്? അവസാനത്തെ തഹിയ്യാത്തിന് ഇരിക്കും പോലെയാണോ? അല്ല, ഇടയിൽ അത്തഹിയ്യാത്തിന് വേണ്ടി അതുപോലെ റുക്കൂഇന്റെ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തുണ്ടല്ലോ, അതിന് ഇഫ്തിറാശിന്റെ ഇരുത്തം എന്ന് പറയും. അതാണോ? ഇടത്തേക്കാല് പരത്തി വെച്ച് അതിന്റെ മുകളിൽ ചന്തി വെച്ച് എന്നിട്ട് വലത്തേക്കാൽ ഇങ്ങോട്ട് ബേക്കിലേക്ക് വെച്ച് എന്നിട്ട് ആ വലത്തേക്കാൽ കുത്തനെ വെക്കുന്ന ഇരുത്തം, അതാണോ? അതാണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് ഏറ്റവും പുണ്യം. അല്ലാത്ത ഇരുത്തമായാലും കുഴപ്പമൊന്നുമില്ല. അതെ, ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാ പിന്നെ പഴയ നമ്മൾ സാധാരണ അവസാനത്തെ തേഹത്തിൽ ഇരിക്കുമ്പോൾ ഇരിക്കുക. ഒരാൾക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല, എന്നാൽ ചമ്രം പടി ഇട്ടിട്ട് വേണമെങ്കിൽ പടി ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാം, അല്ലെങ്കിൽ വേറെ നിലക്ക് വേണമെങ്കിൽ ഇരിക്കാം. ഇരുന്നു കൊണ്ട് നിസ്കരിക്കുക എന്ന് പറയുന്നത്
അത് നിൽക്കാൻ കഴിവില്ലാത്തവർക്ക് മാത്രമാണ്, പിടിച്ചിട്ടും നിൽക്കാൻ കഴിവില്ലാത്തവർക്കാണ് എന്നത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം. നമ്മൾ വേഗം പോയിട്ട് കസേര വിലങ്ങിയിരിക്കുക എന്ന് വിചാരിച്ചിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും, ഫർദ് നിസ്കാരം ബാത്തിലാവും. നിസ്കാരം സഹീഹാകണ്ടേ? ഇനി അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന ഒരാൾ, അദ്ദേഹം നിന്നാൾക്ക് റുക്കൂ ചെയ്യാലോ, നൃത്തത്തിൽ തന്നെയാണല്ലോ റുക്കൂ ചെയ്യാ. നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് കാലിന്റെ മുകളിൽ നിൽക്കൂ, എന്നിട്ട് അയാള് ഊര കുനിഞ്ഞിട്ട് ഊര വളച്ചിട്ട് കുനിയും, അതല്ലേ റുക്കൂ എന്ന് പറയും. അപ്പൊ നമ്മുടെ കയ്യിന്റെ ഭാഗം, കയ്യിന്റെ പള്ളഭാഗം, അടിഭാഗം മുട്ടിന്റെ നേരെ എത്തുന്ന നിലക്ക് അങ്ങനെ ഒന്ന് കുനിഞ്ഞാൽ റുക്കൂ ആകും. അങ്ങനെ റുക്കൂ നടത്തുന്നു. ആ റുക്കൂ അവൻ നിന്നെടുത്തുനിന്ന് റുക്കൂ ചെയ്തു. ഇനി അവൻ എന്താ വേണ്ടത്? അവൻ ഇഅ്തിദാലിലേക്ക് വരുന്നു. എന്നാൽ ഈ റുകൂയിൽ പോകുന്നതിന് മുമ്പ് നിർബന്ധമുള്ള കാര്യമാണ് സൂറത്തുൽ ഫാത്തിഹ. നമ്മൾ ഫാത്തിഹയെ കുറിച്ചല്ലേ പറഞ്ഞു വന്നത്, സൂറത്തുൽ ഫാത്തിഹ. അപ്പൊ അല്ലാഹു അക്ബർ എന്ന ദിക്ർ രണ്ടാമതായി സൂറത്തുൽ ഫാത്തിഹ. അതിലിടക്ക് വജ്ജഹത്തു ഓതൽ സുന്നത്തുണ്ട്. ആ വജ്ജഹത്തു ഓതൽ പെരുന്നാൾ നിസ്കാരത്തിലടക്കം സുന്നത്തുണ്ട്. പെരുന്നാൾ നിസ്കാരത്തിൽ വജ്ജഹത്തു വേണ്ടാന്ന് ചിലർക്ക് തോന്നലുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ അല്ലാഹു അക്ബർ, ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ഇമാമോടുകൂടെ അല്ലെങ്കിൽ ഇമാമായിട്ട്, അല്ലാഹു അക്ബർ, ഉടനെ തക്ബീർ ചെല്ലരുത്, ഉടനെ വജ്ജഹത്തു ഓതണം. വജ്ജഹത്തു കഴിഞ്ഞിട്ട് വേണം നമുക്ക് തക്ബീർ എഴണം ചൊല്ലാൻ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, വജ്ജഹത്തു എന്ന് പറഞ്ഞത് ദുആഉൽ ഇഫ്തിതാഹ് എന്നാണ് പണ്ഡിതന്മാർ അതിന് പറയുക, പ്രാരംഭ പ്രാർത്ഥന. അത് വജ്ജഹത്തു എന്ന് പറയുന്ന അത് തന്നെ ആകാം, അത് തന്നെ ആകണം എന്ന് നിർബന്ധമില്ല. അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖതായായ കമാ ബഅദത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചൊല്ലാറുണ്ട്. അതും ആകാം, അതുപോലുള്ള പലതും ആകാം. ഏതായാലും അങ്ങനെ ഒരു പ്രാരംഭ പ്രാർത്ഥന സുന്നത്തുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അഊദു ചൊല്ലി ഫാത്തിഹ തുടങ്ങുന്നത്. ഖുർആൻ ഓതുമ്പോഴെല്ലാം ഒരഊദു ഓതുക എന്നത് പുണ്യമാണ്. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ ഓതുമ്പോൾ ആട്ടി ഓടിക്കപ്പെട്ട ശൈത്വാനിൽ നിന്ന് നിങ്ങൾ കാവല് ചോദിക്കണേ. അത് ഖുർആനാണ്. കാരണം ഖുർആൻ ഓതുമ്പോ ശൈത്താൻ നമ്മളെ മനസ്സിൽ ഞാൻ നല്ല ഓത്തുകാരനാണ്, ഞാൻ വലിയ ഓത്തുകാരനാണ് എന്നൊക്കെ തോന്നിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും പിശാചി വഞ്ചിക്കാൻ കാരണമുണ്ടല്ലോ. അതുകൊണ്ട് പിശാചിനിൽ നിന്ന് കാവല് ചോദിക്കണം. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ചൊല്ലിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ അതാ ആദ്യത്തെ 2 റക്അത്തിൽ 2 റക്അത്ത് മാത്രമുള്ള നിസ്കാരങ്ങളോ അല്ലെങ്കിൽ 2ൽ കൂടുതലുള്ള നിസ്കാരങ്ങളോ ആണെങ്കിൽ ആ 2 റക്അത്തിലും സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. സൂറത്ത് തന്നെ ഓതണമെന്നില്ല, ഒരായത്ത് ഓതിയാലും അസ്ല് സുന്നത്ത് കിട്ടും. 3 ആയത്തായാൽ കൂടുതൽ നല്ലത്. അതിനേക്കാൾ നല്ലതാണ് പരിപൂർണമായ ഒരു സൂറത്ത്. എന്നാൽ പിന്നെ പരിപൂർണമായ ഒരു സൂറത്താണോ കൂടുതൽ മഹത്വം, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ആ സൂറത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആയത്തുകൾ കൂടുതൽ ഓതുന്നതാണോ പുണ്യം? നമ്മൾ വിദേശത്തൊക്കെ പോയാൽ പല സ്ഥലത്തും അങ്ങ് അൽ ബഖറയും അൻആം എന്നൊക്കെയുള്ള കുറെ ആയത്തുകളാണ് അധികം കേൾക്കുക. അതാണോ പുണ്യം? അല്ല. ഒറ്റ ചെറിയ സൂറത്തുകൾ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. അതാണോ പുണ്യം? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 അഭിപ്രായം ഉണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുകളെ പിന്തുടർന്ന് ഫത്ഹുൽ മുഈനൊക്കെ ചെറിയ സൂറത്താണ് പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം റംലി റളിയല്ലാഹു അൻഹു അങ്ങനെ സൂറത്ത് തന്നെ ആകണം എന്നില്ല. അതിനേക്കാൾ കൂടുതൽ അക്ഷരം വരുന്നുണ്ടെങ്കിൽ മേലെയുള്ള സൂറത്തുകളിലെ ആയത്തുകൾ ആകാം. അതിനാണ് ഗുണം എന്ന് പറഞ്ഞവരും അല്ലെങ്കിൽ രണ്ടും തുല്യമാണെന്ന് പറഞ്ഞവരും ഉണ്ട്. അതുകൊണ്ട് ചെറിയ സൂറത്ത് തന്നെ ഓതണം എന്ന് വാശി പിടിക്കേണ്ടതില്ല. അങ്ങനെ വാശി പിടിക്കുമ്പോൾ ചിലപ്പോൾ പള്ളിയിലെ ഇമാമ് നേരത്തെ
നേരത്തെ പഠിച്ച സൂറത്തുകൾ പലതും മറന്നുപോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആയത്തുകൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, നമ്മളെ പഠിച്ചു വളരുന്ന തലമുറ ആകെപ്പെന്താ ഇമാമത്തുക്കണെ ഇത് പഠിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഖുർആൻ മനപ്പാടമാക്കൽ കുറയാനും സാധ്യതയുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടുന്ന് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഒരു ഹിഫ്ളുൽ ഖുർആന്റെ പരിപാടി ഉണ്ട്, നല്ല പരിപാടിയാണ്, നന്നായിട്ട് ഖുർആൻ നമ്മുടെ കുട്ടികൾ പഠിക്കണം, മനപ്പാടമാക്കണം. പഠിച്ചാൽ മാത്രം പോരാ, അത് മറക്കാതെ സൂക്ഷിക്കണം. അവർ അതനുസരിച്ച് ഖുർആൻ ഓതുകയും വേണം. അതിനെല്ലാം കൂടിയാണ് ഞാൻ ഈ മസാലയൊന്ന് വിശദമായി സംസാരിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ സൂറത്ത് കഴിഞ്ഞ് റുകൂയിലേക്ക് പോകുന്നു. സിറാജുൽ ഹുദന്റെ കലണ്ടർ, ഓക്കെ, നമ്മളെ കുറ്റിയാടി സിറാജുൽ ഹുദ എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ പലരും നേർച്ചയൊക്കെ തന്നിട്ടുണ്ട്. അതിന്റെ കലണ്ടർ കൊണ്ടുവരും, നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിട്ട് തൂക്കിയാൽ വലിയ സന്തോഷം. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ അതിനെത്ര പൈസ എന്ന് വെച്ച് നേരം പോക്കണ്ട. നിങ്ങൾ എത്ര കൊടുക്കുന്നതിന് പേടിക്കൊന്നും വേണ്ട. 80 ലക്ഷം റുപ്യാണ് ഒരു മാസത്തിൽ ചെലവ് ചെയ്യാൻ. ഒരു 100 റുപ്യെങ്കിലും കൊടുത്താൽ സന്തോഷമായി, ഒരു 50 കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ഇനി ആരും വാങ്ങിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊക്കെ സഹകരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാം സഹകരണം തന്നെയല്ലേ സുഹൃത്തുക്കളെ. അള്ളാഹു ഈ നാട്ടിലും ഈ ജമാഅത്തിലും ഇവിടെ പങ്കെടുത്തവർക്കും എല്ലാ ജമാഅത്തുകൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരന്മാരെ, പറഞ്ഞു വന്നത് ഇനി സുബ്ഹാനല്ലാഹ് ഈത്തിദാലിലേക്ക് വന്നു. ഈത്തിദാൽ ഇന്ന് രാവിലെ ഞാൻ മുതഅല്ലിമിയക്ക് ഫത്ഹുൽ മുഈൻ ഓതി കൊടുക്കുമ്പോ ഈത്തിദാലിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം അതാ പറഞ്ഞു, ഈത്തിദാൽ എന്ന ഫർളും സുജൂദുകൾക്കിടയിലുള്ള 2 ഇരുത്തവും അത് യഥാർത്ഥത്തിൽ അസ്ലു മുറാദല്ല, അസ്ലു മഖ്സൂദല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫർളുകൾ നൃത്തം, റുകൂഅ്, സുജൂദ്, അത്തഹിയ്യാത്തിന് വേണ്ടിയുള്ള ഇരുത്തം, അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഫർളുകൾ. പിന്നെ ഈ റുകൂഇനിടയിലുള്ള ഈത്തിദാൽ എന്തിനാ? അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിന് വേണ്ടി വെച്ച ഒരു ഫർളാണ്. അതുകൊണ്ട് ഈത്തിദാൽ നീട്ടാൻ പാടില്ല. ഈത്തിദാലിൽ സുന്നത്തായ ദിക്റുകൾക്കപ്പുറം കൂടുതൽ നീട്ടാൻ പാടില്ല. ഒരു ഫാത്തിഹ ഓതുന്ന ഖദർ നീട്ടാൻ പാടില്ല. അതുപോലെ ഇടയിലെ ഇരുത്തം അതും കൂടുതൽ നീട്ടാൻ പാടില്ല. ഒരു ചെറിയ തോതിലുള്ള ഷോർട്ട് അത്തഹിയ്യാത്ത് അതിനേക്കാൾ കൂടുതൽ അതും നീട്ടാൻ പാടില്ല. നീട്ടിയാൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ ഇത്തിദാല് കൂടുതൽ നീട്ടാൻ പാടില്ല. ഖുനൂത്തോതൽ സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ ഖുനൂത്തോതിയിട്ട് നീളുന്നതിന് കുഴപ്പമില്ല. ചില പണ്ഡിതന്മാർ എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തെ റകഅത്തിൽ ഖുനൂത്തിന് സാധ്യതയുള്ളതിനാൽ അവിടെ നീണ്ടാ കുഴപ്പമില്ലെന്ന് പറഞ്ഞവരും ഉണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ ഇത്തിദാല് കഴിഞ്ഞ് സുജൂദിലേക്ക് പോകുമ്പോ നിസ്കരിക്കുന്ന സമയത്ത് നിൽക്കാൻ കഴിയാത്തവൻ, അവൻ നേരത്തെ ഞാൻ തറയിൽ ഇരുന്ന് നിസ്കരിക്കുന്നവനെ കുറിച്ച് പറഞ്ഞല്ലോ, അവൻ ആ തറയിൽ നിന്ന് റുകൂഅ് ചെയ്യുമ്പോ അവന്റെ മുട്ടിന്റെ നേരെ മുന്നിൽ അവന്റെ തല വരുന്ന വിധത്തിലാണ് കുനിയേണ്ടത്. അതാ അങ്ങനെ കുനിഞ്ഞു. അങ്ങനെ കുനിഞ്ഞതിന് ശേഷം അവൻ നിവർന്നിരുന്നു. അവന്റെ ഇത്തിദാലായിരുത്തമാണ്, കാരണം അവൻ തറയിലിരുന്ന് നിസ്കരിക്കുന്നവനാണ്. ഇനി അവൻ സുജൂദിലേക്ക് പോകണം. സുജൂദിലേക്ക് പോകാൻ അവർ ഒരു നിലക്കും കഴിയില്ല എന്ന് പറഞ്ഞാൽ അസഹ്യമായ വേദനയോ ബുദ്ധിമുട്ടോ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ സാധാരണ നിലക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസമുണ്ടെങ്കിൽ അവൻ എങ്ങനെ സുജൂദ് ചെയ്യണം? ആ തറയിലിരുന്ന് നിസ്കരിക്കുന്നവൻ റുകൂഅ് ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. ഇനി അവന്റെ സുജൂദ് ആ റുകൂഇനേക്കാൾ എത്രത്തോളം അവന് കുനിയാൻ കഴിയുമോ അത്രത്തോളം കുനിഞ്ഞുകൊണ്ട് അവൻ സുജൂദ് നിർവഹിക്കണം. അവന്റെ നെറ്റി താഴെ വെക്കാൻ അവന് കഴിയുന്നില്ല, അവന്റെ അരക്കെട്ട് പൊക്കാനും കഴിയുന്നില്ല. എന്നാൽ അവൻ പരമാവധി കുനിയണം. ആ പരമാവധി കുനിയുമ്പോ എത്രത്തോളം എത്താൻ കഴിയുമോ ആ എത്തുന്ന സ്ഥലത്ത്
ഒരു തലയണിയോ ഒരു വസ്തുവോ വെച്ചിട്ട് അതിന്റെ മേലെ നെറ്റി വെച്ചാൽ അതിന് കുഴപ്പമില്ല. പക്ഷേ ആ വെച്ച സാധനം കാരണത്താൽ അതിനേക്കാൾ അപ്പുറം കുനിയാൻ കഴിയുമെങ്കിൽ ആ കുനിച്ചല് കുറഞ്ഞു പോകാൻ പാടില്ല. കുനിച്ചലിന് കുറവ് പറ്റാത്ത വിധം അങ്ങേ സാധിക്കുന്നതിന്റെ അങ്ങേ തല കുനിയാം. അപ്പോൾ അവിടെ ഒരു ചെറിയ പലകയോ അല്ലെങ്കിൽ തലയണിയോ വെച്ച് അതിന്റെ മേലെ നെറ്റി വെച്ചാൽ അതിന് കുഴപ്പമില്ല. ഒരു വിധത്തിൽ അത് നല്ലതാണ്. എന്നാൽ ഇതിപ്പോ തറയിലിരുന്ന് നിസ്കരിക്കുന്നവനെ കുറിച്ചാണ് പറഞ്ഞത്, സുജൂദിന് കഴിയാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ സുഹൃത്തുക്കളെ, തറയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾ കസേരയിൽ ഇരിക്കുന്നു. അങ്ങനെ കസേരയിൽ ഇരുന്നുകൊണ്ട് നിസ്കരിച്ചാലും കുഴപ്പമില്ല. കാരണം അദ്ദേഹത്തിന് തറയിലിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നു. അങ്ങനെ ഇരുന്നു കൊണ്ടും നിസ്കരിക്കാം. പക്ഷേ നിൽക്കാൻ കഴിയാത്തവനാകണം. എന്നാ ഉസ്താദെ നിൽക്കാൻ കഴിയും, പക്ഷേ നിന്നിട്ട് റുകൂയിലേക്ക് പോകാൻ കഴിയൂല, അല്ലെങ്കിൽ നിന്നിട്ട് സുജൂദിലേക്ക് പോയിട്ട് സുജൂദ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ കഴിയുന്നിടത്തെല്ലാം നിൽക്കണം. അപ്പൊ ഫർളിന്റെ ആദ്യത്തിൽ ഫാത്തിഹ ഓതുന്ന ആദ്യത്തെ നൃത്തം നിൽക്കണം. തക്ബീർ മുതൽക്കവൻ നിൽക്കണം. റുകൂയിലേക്ക് അവന് പോകാൻ കഴിയുന്നത്ര കുനിയണം. ഇത്തിദാല് കൃത്യമായി നിവർന്ന് നിന്നുകൊണ്ട് തന്നെ നിർവഹിക്കണം. അത് കഴിഞ്ഞിട്ട് അവന് സുജൂദ്, അതാ സുജൂദിൽ പോയി നെറ്റിവെച്ച് കുമ്പിടാൻ സാഷ്ടാംഗം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൻ കഴിവിന്റെ പരമാവധി കുനിയണം. റുകൂയിന് കുനിഞ്ഞ പോലെ പോരാ, അതിനേക്കാൾ കൂടുതൽ കഴിവിന്റെ പരമാവധി കുനിയണം. അത് നിന്നുകൊണ്ട് തന്നെ കുനിയാം. പക്ഷേ അതിനേക്കാൾ ഒരു നിലക്ക് ഉത്തമം അവൻ അവിടെ വെച്ച കസേരയുടെ മേലെ ഇരിക്കുന്നു. ഇരുത്തം എന്ന് പറയുന്നത് ഇരുത്തമല്ല, സുജൂദിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേഷൻ എന്ന നിലക്ക് കുറെ നേരം അവിടെ ഇരിക്കല്ല. ചന്തി ഒന്നവിടെ വെച്ച് ഉടനെ അവൻ അതാ പരമാവധി അവന്റെ മേലെ നിന്ന് കുനിയുന്നു. അങ്ങനെ കുനിഞ്ഞുകൊണ്ട് അവന് പരമാവധി കുനിഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യാം. അപ്പോൾ അവനതാ കസേര ബേക്കിലുണ്ട്, അവന്റെ ചന്തിയൊന്ന കസേരയിൽ വെച്ച് ഉടനെ അവൻ പരമാവധി കുനിയുന്നു. അങ്ങനെയും അവന് സുജൂദ് ചെയ്യാം. അതാണ് കൂടുതൽ ഗുണം. ചിലര് അങ്ങനെ വരുമ്പോ ഒരു ഇരുത്തം കൂടിപ്പോവില്ലേ, അതുകൊണ്ട് അങ്ങനെ ഇരുന്നിട്ട് സുജൂദിൽ പോകരുത് എന്ന് പറയുന്ന ചിലരുണ്ട്. അതവർ കൂടുതൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതൊരു ഇരുത്തല്ല. സുജൂദിൽ കൂടുതൽ ഭൂമിയിലേക്ക് അവന്റെ നെറ്റി അടുത്ത് കിട്ടാൻ വേണ്ടി അവൻ ഇരുന്നിട്ട് സുജൂദ് ചെയ്യുകയാണ്. ആ ഇരുത്തം യഥാർത്ഥത്തിൽ ഒരു ഇരുത്തമല്ല, സുജൂദിന് വേണ്ടി ഒന്ന് ചന്തി വെക്കാനിരുന്നതാണ്. അത് ഇരുത്തമായിട്ട് കൂട്ടേണ്ടതില്ല. ഫതുഹുൽ മുഈൻ നോക്കിയാൽ കഴിവൊക്കെ ഉള്ളവൻ തന്നെ നിസ്കാരത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് ഇത്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുമ്പോ ഒന്നവിടെ ഇരുന്ന് സുജൂദിലേക്ക് പോയാൽ നീണ്ട ഇരുത്തല്ല, ഒന്നവിടെ ഇരുന്നങ്ങ് സുജൂദിലേക്ക് പോയാൽ ഹഫീഫായ ലഘുവായ ഇരുത്തം, അത് കഴിവുള്ളവൻ തന്നെ ഇരുന്നാൽ കുഴപ്പമില്ലെന്ന് ഫതുഹുൽ മുഈനിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് സുജൂദിന് വേണ്ടി അദ്ദേഹം ഒന്ന് ചന്തി വെച്ചിരിക്കുന്നുകൊണ്ട് സുജൂദിലേക്ക് കഴിവിന്റെ പരമാവധി നെറ്റിതാഴ്ത്തി സുജൂദ് ചെയ്യാൻ പോകുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ സുജൂദ് ചെയ്യാം, അദ്ദേഹത്തിന് നിസ്കരിക്കാം. ഇനി അദ്ദേഹത്തിന് നിൽക്കാൻ വീണ്ടും രണ്ടാമത്തെ റക്അത്തിലേക്ക് അദ്ദേഹം വരണം. പക്ഷേ ഇടയിലെ ഇരുത്തം അദ്ദേഹത്തിന് കസേരയിൽ തന്നെ അവിടെ നിവർന്ന് ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സുജൂദിലേക്ക് പരമാവധി തലകുനിച്ചുകൊണ്ട് പോകാം. പിന്നീട് അദ്ദേഹത്തിന് നേരെ നിൽക്കാം. നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവനാണെങ്കിൽ, ഒരു നിലക്കും കഴിയില്ലെങ്കിലാണ് ഇരിക്കാൻ പറഞ്ഞത്. ആകയാൽ നിൽക്കാൻ കഴിയുന്ന സമയത്തെല്ലാം നൃത്തത്തിന്റെ സമയത്ത് നിൽക്കണം, ഇത്തിദാലിനും ഖിയാമിനും നിൽക്കണം. ഇതുപോലെ ചിലർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സുജൂദിന് ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ ഒരു സുജൂദായി തന്നെ ചെയ്യണം. ഓരോ ഫർളുകളും കഴിവിന്റെ പരമാവധി നിർവഹിക്കണം. അങ്ങനെയാണ് നിസ്കാരം നിർവഹിക്കേണ്ടതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പലരും ഈ വിഷയത്തിൽ വേണ്ടതുപോലെ ബോധമില്ലാത്തതിനാൽ
പലരുടെ നിസ്കാരവും നഷ്ടപ്പെടുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ മസ്അലകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങളുടെ മഖ്ബറകൾ, ആ മഖ്ബറകൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സുബ്ഹിന്റെ ജമാഅത്തിന് ഇമാമായി നിസ്കരിക്കുമ്പോൾ കുത്ത് കിട്ടി. ആ കുത്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറിഞ്ഞു വീണുപോയി. അബൂ ലുഅ്ലുഅത്ത് എന്ന് പറയുന്ന ഒരു ധിക്കാരിയായ തീവ്രവാദിയാണ് കുത്തിയത്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വീണുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പകരം ഇമാമത്ത് നിന്നു. ആ മനുഷ്യനെ പിടികൂടാൻ സഹാബത്ത് ശ്രമിച്ചപ്പോ എത്രയോ ആളുകളെ അവൻ കടാരി കൊണ്ട് കുത്തിക്കളഞ്ഞു. 5-6 ആളുകൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടുപോയി. ആ വലിയ സംഭവം നടന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിസ്കാരം കഴിഞ്ഞ് എടുത്തുകൊണ്ടുപോയി കിടത്തി. ബോധം തെളിഞ്ഞപ്പോൾ കുത്തിയതാരാണെന്ന് അന്വേഷിച്ചു. അത് മുസ്ലിമല്ല എന്ന മറുപടി കിട്ടിയപ്പോൾ സന്തോഷിച്ചു. കാരണം പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ എന്റെ പ്രതിപക്ഷത്തൊരു മുസ്ലിം ആകൂലല്ലോ, റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളാകൂലല്ലോ. മഹാന്മാരെ ചിന്ത നോക്കൂ നിങ്ങള്. സുബ്ഹാനല്ലാഹ്. കുത്തി പരിക്കേൽപ്പിച്ചവനാണെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ പടച്ച റബ്ബിന്റെ കോടതിയിൽ പ്രതിപക്ഷത്ത് വരുന്നത് ഇഷ്ടമില്ല. നമ്മൾ ഇതിൽ നിന്ന് പാഠം പഠിക്കേണ്ടതുണ്ട്. ഒരിക്കലും മുസ്ലിമീങ്ങൾ തമ്മിൽ തർക്കവിതർക്കങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കി പരസ്പരം അകന്ന് പടച്ചവന്റെ കോടതിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന രൂപത്തിൽ വരേണ്ടവരല്ല. ഈ ഒരു ബോധം മുസ്ലിം സമുദായത്തിന് എപ്പോഴും ഉണ്ടാകണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുൻയാനി യസുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ഒരു ശരിയായ മുസ്ലിം വേറൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിന്റെ ഭാഗങ്ങൾ പോലെയാണ്. അതെ, ഈ പില്ലർ അപ്പുറത്തെ പില്ലറിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്, അത് രണ്ടും തമ്മിലുള്ള ബീമുകൾ ശക്തിപ്പെടുത്തുന്നുണ്ട്, ഒരു കല്ല് മറ്റൊരു കല്ലിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, എല്ലാം പരസ്പരം ശക്തിപ്പെടുത്തുന്നതാകണം, എല്ലാം അങ്ങനെ ആയി വരണം. ഇനി അഥവാ ഒന്നിലധികം കമ്മിറ്റികൾ ഉണ്ടെങ്കിലും, ഒന്നിലധികം സൊസൈറ്റികൾ ഉണ്ടെങ്കിലും, ഒന്നിലധികം സംഘടനകൾ ഉണ്ടെങ്കിലും ഒക്കെ മുസ്ലിം ഉമ്മത്തിനെ മൊത്തം ശക്തിപ്പെടുത്താൻ വേണ്ടി സഹകരിക്കുന്ന വിധത്തിലാണ് മുസ്ലിമീങ്ങൾ പ്രവർത്തിക്കേണ്ടത്. വിവാദങ്ങളിലൂടെയല്ല, കടിച്ചു കീറിക്കൊണ്ടല്ല. ഇസ്ലാം അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ആർക്കും ശല്യമില്ലാതെ ജീവിക്കുന്നവനാണ് പരിപൂർണ മുസ്ലിം എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനു വേണ്ടി കുറെയൊക്കെ പൊറുക്കണം, കുറെയൊക്കെ സഹിക്കണം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന ഒരു മാസമാണല്ലോ ഇത്. ഇബ്രാഹിമുൽ ബുസ്തി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് വലിയ അസൂയയായിരുന്നു. ആ പണ്ഡിതൻ മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു കത്തയച്ചു. ആ കത്തിലെ വാചകം നമുക്ക് കേൾക്കാൻ പറ്റൂല. റിഫാഇ ശൈഖിനെ വിളിക്കുന്നത് എന്താണ്? ആവറു യാ ദജ്ജാലു യാ മൻ ജമഅ ബൈന റിജാലി വന്നിസാ യാ യാ കൽബ് മന കൽബ്. വിളിച്ച വാചകങ്ങളാ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് തബഖാത്തിൽ. എന്തെല്ലാം തോന്നിയ വിളിച്ച് അവസാനം കൽബിന്റെ മോൻ കൽബേന്ന് വരെ വിളിച്ചു. അതിന്റെ അർത്ഥം ഞാൻ പറയൂല. കാരണം അർത്ഥം പറഞ്ഞാൽ ഇപ്പോഴത്തെ കാല അത് പിന്നെ കിളിപ്പാവും. അപ്പൊ പിന്നെ ആളുകൾ വിചാരിക്കും ഞാൻ വിളിച്ചതാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അങ്ങനെ എല്ലാ തോന്നിവാസവും എഴുതി കത്തയച്ചു. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു കത്ത് വായിച്ച് കേട്ടു. എന്നിട്ടൊരു മറുപടി എഴുതാൻ പറഞ്ഞു. അതിലെഴുതിയത് എന്താണെന്നറിയോ?
അല്ലാഹു തആല എന്നെ പടച്ചതനുസരിച്ചും എനിക്ക് ഖദറാക്കിയതനുസരിച്ചും ഞാനുണ്ട്. ഓ സയ്യിദി, അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുന്നത് സയ്യിദി എന്നാണ്. യാ സയ്യിദി, അല്ലാഹ് ഖദറാക്കിയതുപോലെ ഞാനുണ്ട്. എന്നെ കൊണ്ട് നിങ്ങൾക്ക് വല്ല ശല്യവും ഉണ്ടായെങ്കിൽ എന്നോട് പൊറുക്കണം. നിങ്ങൾ ഞാൻ നന്നാകാൻ ദുആ ചെയ്യണം. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്. എന്നിട്ട് മഹാനവറുകൾ ചൊല്ലിയതാണ് ലസ്തു ബാലിമൻ റമാനി ബിരീബതി ഇദാ കുന്തു ഇൻദല്ലാഹി ഗൈറ മുരീബി. ആളുകൾ സംശയിച്ച് എന്നെ എന്താരോപണം പറഞ്ഞാലും എനിക്കൊരു വിലയുമില്ല. ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ മോശക്കാരനാകാതിരുന്നാൽ മതി. ഓ സുഹൃത്തുക്കളെ, നമുക്കെല്ലാവർക്കും വേണ്ട ഒരു ബോധം അതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ ക്ലിയറായിരിക്കണം. ജനങ്ങൾക്കിടയിൽ ക്ലിയർ ആയതുകൊണ്ട് കാര്യം നേടൂല. റബ്ബിന്റെ അടുക്കൽ നമ്മൾ ക്ലിയറായിരിക്കണം. അതാണ് തഖ്വയോടുകൂടെയുള്ള ജീവിതം. നിങ്ങൾക്കറിയാമല്ലോ, ആ വലിയ ക്ഷമയോടുകൂടെ ജീവിച്ചതിനാൽ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന് വലിയ ബഹുമാനങ്ങളും ആദരവുകളും അല്ലാഹു തആല നൽകി. ആ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ കാലത്തുള്ള ഭരണാധികാരി അബുൽ മുളഫറിൽ അബ്ബാസി എന്ന് പറയുന്ന അതേ അൽ മുസ്തൻജിദ് ബില്ലാ എന്ന് വിളിക്കപ്പെടുന്ന ഭരണാധികാരി കത്തയച്ചിട്ട് ബഗ്ദാദിലേക്ക് ക്ഷണിച്ചു. ബഗ്ദാദിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയാണ് ഉമ്മു അബീദ എന്ന് പറയുന്ന റിഫായി ശൈഖിന്റെ നാട്. അല്ലെങ്കിൽ മഹാനവറുകൾ ശൈഖിന്റെ കൂടെ ഉണ്ടായ അതേ അൽ ബതാഇഹി എന്ന് പറയുന്ന നാട്. അവിടുന്ന് അങ്ങോട്ട് രാജാവ് കത്തയച്ച് വിളിക്കുകയാണ്. രാജാവിന്റെ മകനെ പറഞ്ഞയച്ച് അതാ സ്വീകരിക്കാൻ ഏകദേശം ഒരു പകലിന്റെ പകുതി സമയം യാത്ര ചെയ്യേണ്ട സ്ഥലത്ത് പോയി മകൻ പോയിട്ട് പോയിട്ട് സ്വീകരിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് രാജാവിന്റെ സദസ്സിൽ വലിയ വലിയ ഔലിയാക്കളെ കൂടെ മഹാനവറുകൾ പങ്കെടുക്കുകയാണ്. അവിടെ ക്ഷണിക്കപ്പെട്ടവരിൽ അശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുണ്ട്, അലി ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലിയുൽ ഹീത്തി റളിയല്ലാഹു അൻഹു ഉണ്ട്. അവിടെ വന്ന് ഭരണാധികാരി അവിടെ അദ്ദേഹത്തിന്റെ വിരിപ്പിൽ ഇരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഭരണാധികാരി ആരുമൊന്നും മിണ്ടുന്നില്ല. ഭരണാധികാരി പറഞ്ഞ ബറകാത്തിന, ഞങ്ങൾക്കൊക്കെ ബറക്കത്തായ ശൈഖന്മാരെ, ഞങ്ങൾക്കൊരു വഅദ് പറഞ്ഞു തരണേ. നല്ല വഅദ് കേൾക്കണമെന്ന ആഗ്രഹം, നല്ല വഅദ് കേൾക്കണമെന്ന ചിന്തയും നല്ലത് ചിന്തിക്കുന്ന ഭരണാധികാരികൾക്ക്, നല്ലത് ചിന്തിക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന സ്വഭാവമാണ്. നിങ്ങൾ വലിയ വലിയ മഹാന്മാരല്ലേ, നിങ്ങൾ കുറച്ച് ഞങ്ങളെ ഉപദേശിക്കോ, ഞങ്ങളൊന്ന് നിങ്ങളെ വാക്ക് കേട്ട് ബറക്കത്തെടുക്കട്ടെ. അല്ലാഹു നിങ്ങൾക്ക് തന്നെ ഇൽമു ഞങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരൂ. ആ സമയത്ത് മഹാനായ അലി ഇബ്നു മുസാഫിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യദല്ലാഹു സയ്യിദനൽ ഖലീഫ, ഭരണാധികാരിയെ അല്ലാഹു തആല ശക്തിപ്പെടുത്തട്ടെ. അൻ അഅലമനാ ബില്ലാഹി വ അൻതഖനാ വല്ലാഹി ബിൽ ഹിക്മത്തി അസ്സയ്യിദ് അഹ്മദ്. നമ്മൾക്ക് അഹ്മദുൽ കബീർ റിഫായിയെ ഖലീഫ പരിചയപ്പെടുത്തി. നമുക്ക് അതേ നല്ല കാര്യങ്ങൾ പറയാൻ അതേ അല്ലാഹു തആല കഴിവ് തന്നു. അതുകൊണ്ട് ഫലിയതകല്ലം, അതേ അഹ്മദുൽ കബീർ റിഫായി സംസാരിക്കട്ടെ. ഭരണാധികാരി പറഞ്ഞു, ഐ സയ്യിദി ബാറക്കല്ലാഹു ബിക ലനാ ബിക ബാറക്കല്ലാഹു ലനാ ബിക, നിങ്ങളെ കൊണ്ട് നമുക്ക് അല്ലാഹു ബറക്കത്ത് തരട്ടെ. ലനാ ബിക ഹുസ്നുൽ ഇത്തിഖാദി, നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല വിചാരമാണ്. അലൽ ബുഅദി, നിങ്ങൾ ഞങ്ങളെ നാട്ടിലില്ലെങ്കിലും നിങ്ങളെ കുറിച്ച് വടക്ക് വിചാരം ഞങ്ങൾക്കില്ല. വഖദ് സാദ്, നിങ്ങൾ ഇങ്ങ് വന്നപ്പോ നിങ്ങളെ സ്വഭാവവും നിങ്ങളെ എളിമത്തരവും നിങ്ങളുടെ വിനയവും ഒക്കെ കാണുമ്പോ ഞങ്ങൾക്ക് മതിപ്പ് കൂടിയിരിക്കുകയാണ്. വല്ലാഹി ബഅദു അൻ റഅയ്നാക ഫസബ്ബിദ്നാ,
അതേ നിങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അല്ലാഹു തആല ഭയം നിങ്ങളോടുള്ള സ്നേഹം കൂട്ടിത്തന്നിരിക്കുകയാണ്. പക്ഷേ വഅദ് പറയാൻ പറഞ്ഞപ്പോൾ ഞാനിവിടെ വരുമ്പോൾ അതേ എന്റെ കാറിലുള്ള ആള് പറഞ്ഞു നിങ്ങളൊരു നല്ല വഅദ് പറയണം. പക്ഷേ വഅദ് പറയാൻ ഈ പാവപ്പെട്ട എനിക്ക് അർഹതയില്ലല്ലോ, കഴിവില്ലല്ലോ. അതേ സുഹൃത്തുക്കളെ, മഹാനായ അഹ്മദുൽ കബീർ റിഫായി അങ്ങനെയല്ല. വഅദ് പറയാൻ യോഗ്യതയുണ്ട്, കഴിവുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ മഹാനവറുകൾ പേടിക്കുകയാണ്, അവിടുന്ന് ലജ്ജിക്കുകയാണ്. അവിടുന്ന് അതാ വിയർത്തു ഇങ്ങനെ ഒലിക്കുകയാണ്. ഈ മഹാന്മാരെ സദസ്സിൽ ഞാൻ വഅദ് പറയാനോ? മഹാനവറുകൾ ചോദിക്കുന്നു, മിൻ ഐന ലീ മാ യുസ്നു ബിഹിൽ ഇഖ്തിഖാദ്. നിങ്ങൾക്കൊക്കെ എന്നെ കുറിച്ച് നല്ലത് വരാൻ, നല്ല വിചാരം വരാൻ എനിക്കെന്താണ്? ഞാൻ എവിടുന്നാണ്? പറഞ്ഞു, വൈ സയ്യിദി, ഒരു ചെറിയ വഅദ് പറയാം. ആ ഒരു വഅദ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അത്തഖ്വാ സാദുൽ ഖബ്രി പറയുന്ന വഅദാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളടക്കം സദസ്സിലിരിക്കുമ്പോൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ വഅദാണ്. അത്തഖ്വാ സാദുൽ ഖബ്രി, ഖബറിലേക്കുള്ള അതേ ഖബറിലേക്കുള്ള ഒരുക്ക സാധനം, ഖബറിലേക്കുള്ള ഒരുക്ക സാധനം അത് തഖ്വയാണ്. ഇവിടെയുള്ള ഒന്നും തന്നെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ഖുർആൻ പറഞ്ഞതല്ലേ തഖ്വ വേണം. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അടിത്തറ മനുഷ്യന്റെ മനസ്സാണ്. ഞാനൊരു വലിയവനാണെന്ന തോന്നലുണ്ടാകാൻ പാടില്ല. ഞാനൊരു വലിയവനാണെന്നോ എന്നെ ജനങ്ങൾ ആദരിക്കണമെന്നോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. അതേ മനസ്സ് താഴ്മയുള്ള മനസ്സാകണം. ആരോടും അസൂയ ഉണ്ടാകാൻ പാടില്ല, വിദ്വേഷമുണ്ടാകാൻ പാടില്ല, വൈരാഗ്യമുണ്ടാകാൻ പാടില്ല, വെറുപ്പുണ്ടാകാൻ പാടില്ല. മനസ്സ് ക്ലിയർ ആകണം. അതിന്റെ പുറമെ ആ മനസ്സാകുന്ന ക്യാപ്റ്റൻ നിയന്ത്രിക്കുന്ന കുറെ പട്ടാളക്കാരുണ്ടല്ലോ. ആ പട്ടാളക്കാരാണ് ഒന്ന് കണ്ണ്, ഒന്ന് കാത്, ഒന്ന് കയ്യ്, ഒന്ന് കാല്, അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ വായ അടക്കം നാവടക്കം അതെല്ലാം മനസ്സ് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന പട്ടാളക്കാരാണല്ലോ. ആ പട്ടാളത്തെ എല്ലാം പടച്ച റബ്ബിന്റെ തൃപ്തിയിൽ പിടിച്ചു കെട്ടണം. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും പറയരുത്, ഏഷണിയും ഭീഷണിയും ഉണ്ടാകരുത്, ആരെയും ചീത്ത വിളിക്കരുത്, കുറ്റം പറയരുത്. അതുപോലെ ആരെയും കൈകൊണ്ടോ കാലുകൊണ്ടോ ഒരവയവം കൊണ്ടും ആക്രമിക്കരുത്. നമ്മുടെ വയറ്റിലേക്ക് ഒരിക്കലും അതാ ലഹരി കുടിച്ചു പോകരുത്. ലഹരി കുടിച്ചാലോ, ഞാൻ ഇന്ന് രാവിലെ മുതഅല്ലിമീങ്ങൾക്ക് ജലാലൈനി ഓതിക്കൊടുക്കുന്ന സമയത്ത് അതാ ഞാൻ മുതഅല്ലിമീങ്ങളോട് പറഞ്ഞു, മാതാപിതാക്കളോട് മാന്യമായിട്ടേ സംസാരിക്കാവൂ, താഴ്മയോടെ ഉമ്മാനോട് വർത്തമാനം പറയാവൂ. ഉമ്മ മോനെ നീ ഒന്ന് റേഷൻ കടയിൽ പോകുമോ എന്ന് ചോദിച്ചാൽ, റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ, പഴയ കാലം പോലല്ല. പഴയ കാലത്ത് ഈ കാർഡ് എടുത്തിട്ട് ഒരാളെ കൈ കൊടുത്താല് അയാൾ അരിയും വാങ്ങി വരും, പൈസ കൊടുത്താൽ മതി. ഇപ്പൊ അങ്ങനല്ല, വിരലും കൊണ്ടുപോകണം. വിരലും കൊണ്ടുപോയാലേ സാധനം കിട്ടണം. അപ്പോ വീട്ടിലുള്ള മോനോട് പറഞ്ഞു, മോനെ നിനക്ക് വിരലുണ്ടല്ലോ, അതുകൊണ്ട് നീ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോ ഈ മകൻ ഉടനെ മറുപടി, എന്നെ കൊണ്ടാവൂല. കഴിഞ്ഞ പ്രാവശ്യം ഞാനല്ലേ പോയത്, അതിന്റെ ഇക്കാക്കാനോട് പറഞ്ഞാൽ അല്ലെ ഇച്ചാനോട് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ അഞ്ചനോട് പറഞ്ഞാൽ എല്ലാ ആഴ്ചയും ഞാൻ തന്നെ പോണോ? ഇങ്ങനെ ചോദിക്കുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ടാകരുത്. അല്ലാഹുവിന്റെ ഖുർആൻ അതാ പറഞ്ഞത്, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, മാതാപിതാക്കൾക്ക് മനക്ലേശമുണ്ടാകുന്ന ഒരക്ഷരം പറഞ്ഞു പോകരുത്. വലാ തൻഹറുഹുമാ, അവരോട് കടുപ്പത്തിൽ സംസാരിക്കരുത്. അവരെ വിരട്ടുന്ന സംസാരം എന്നോട് പറയണ്ട, എന്നെ നോക്കണ്ട, ഇങ്ങനത്തെ ഒരു സംസാരവും ഒരു മുസ്ലിം കുട്ടിയിൽ നിന്നുണ്ടാകാൻ പാടില്ല. ഖുർആൻ പഠിപ്പിക്കുന്ന സ്വഭാവമാണ്. വലാ തൻഹറുഹുമാ,
വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് വളരെ താഴ്മയോടെ മാന്യമായിട്ടേ ബാപ്പയോട് സംസാരിക്കാവൂ, ഉമ്മയോട് സംസാരിക്കാവൂ, ഉപ്പാപ്പ ഉമ്മാമയോട് സംസാരിക്കാവൂ. അതുപോലെ അവരെ ബാപ്പയുടെ ജ്യേഷ്ഠൻ, ബാപ്പയുടെ അനുജൻ, ബാപ്പയുടെ പെങ്ങള്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തി, ഉമ്മാന്റെ അനുജത്തി, ഉമ്മാന്റെ ആങ്ങള, അവരോടൊക്കെ മാതാപിതാക്കളെ ബഹുമാനിക്കും പോലെ ബഹുമാനിക്കണം. പോരാ, ബാപ്പാന്റെ സ്നേഹിതന്മാരില്ലേ, അവരോട് ആദരവ് പ്രകടിപ്പിക്കണം. അതൊക്കെ ബാപ്പയോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ്. അതേ ആദരവെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ അതിലേക്ക് നീട്ടി സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ നല്ല നിലയ്ക്ക് സംസാരിക്കാവൂ എന്ന് പറഞ്ഞപ്പോ ഈ ദർസിലൊരു സുഖമുണ്ട്. മുതല്ലിമികൾ സംശയം ചോദിച്ചാൽ നമുക്ക് നല്ല സന്തോഷം. അപ്പോഴാ നമുക്കും കൂടുതൽ ഉഷാറാകും. ഒന്നും ചോദിക്കാണ്ട് ഇങ്ങനെ മുണ്ടാണ്ടിക്കുന്ന മുതല്ലിമികളാണെങ്കിൽ ദർസ് നടത്താൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കണം കുട്ടികൾ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ സംശയം പറയുമ്പോ അതങ്ങനെയാ, അതിന്റെ ഒരു സ്വഭാവം അങ്ങനെയാ. പൊന്നുണ്ടല്ലോ, പൊന്ന് നമ്മൾ കല്ലുമ്മൽ വെച്ച് വരസുമ്പാണ് നല്ല തെളിഞ്ഞ കളറ് കിട്ടുക. അതുപോലെ ഉസ്താദുമാരോട് മുതല്ലിമികൾ സംശയം ചോദിക്കുമ്പോഴാണ് ഉസ്താദിന് നല്ല പുരോഗതി ഉണ്ടാകും. അതുകൊണ്ട് ദർസ് നടത്തണം. ദർസ് നടത്തുമ്പോഴാണ് ഒരാൾ പണ്ഡിതനാവുക എന്നത് ശരിക്കും കിട്ടണേ. ദർസ് നടത്തണം. വേലും പറഞ്ഞു പോകാൻ വല്ല പടി ഉണ്ടാറുണ്ടെന്നോ ചോദിക്കുന്നത് കേട്ടിട്ട് എല്ലാവരും ഒന്ന് പോകാന്നല്ലാതെ മുതല്ലിമികളാണെങ്കിലല്ല അവര് തിരിച്ചും പറഞ്ഞു ചോദ്യം ചോദിക്കും ഉസ്താദിനോട്. ഒരു മുതല്ലിമി ചോദിച്ചു, ഉസ്താദെ, ഒരു ഉമ്മ കള്ളുടിക്കാൻ പറഞ്ഞാല് അന്നേരം ഉമ്മാനോട് താഴ്മയെ പറയണോന്ന് ചോദിച്ചു. വളരെ താഴ്മയോടെ സംസാരിക്കണോ ഉമ്മാനോട്? ഞാൻ പറഞ്ഞു, മോനെ, അപ്പ സംസാരിക്കേണ്ട ശൈലി എന്താന്നറിയോ? ഉമ്മാനോട് പറയണം, ഉമ്മാ, എന്നെ പോറ്റിയ ഉമ്മയല്ലേ, എനിക്ക് മുലപ്പാല് തന്ന ഉമ്മയല്ലേ, എന്നെ വളർത്തിയ ഉമ്മയല്ലേ, ഉമ്മാ, നിങ്ങളെ വാക്കിന് വലിയ വിലയില്ലേ, നിങ്ങൾക്ക് എന്നോട് എനിക്ക് വലിയ സ്നേഹവും ആദരവും നിങ്ങളോടില്ലേ, ഉമ്മാ. പറയുമ്പോൾ കരച്ചില് വരണം. എന്നിട്ട് ഉമ്മാനോട് പറയണം, ഉമ്മാ, നീ എന്നെ ഇങ്ങനെയൊക്കെ പോറ്റിയ ഉമ്മ നരകത്തിൽ കടന്നാൽ എനിക്ക് സഹിക്കോ ഉമ്മ. അതുകൊണ്ട് ഉമ്മ ഒരിക്കലും കള്ളു കുടിക്കരുത്, ഉമ്മ ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത്, ഉമ്മ ഒരിക്കലും ലഹരി ഉപയോഗിക്കരുത്, ഉമ്മ എന്നോടത് പറയരുത്. നമുക്ക് സ്വർഗത്തിൽ കടക്കണ്ടേ? ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹരി ഉപയോഗിക്കുന്നവർക്ക് തീനത്തുൽ ഖബാല് കുടിപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്? അത് അബൂജഹലിന്റെയും ഫിറഔനിന്റെയും ഒക്കെ ചലമല്ലേ? ആ ചലം കുടിക്കേണ്ടി വരുമെന്നല്ലേ പറഞ്ഞത്? ഉമ്മ എനിമേലിൽ ഉമ്മ അങ്ങനെ പറയരുത്, ഉമ്മ എനിമേലിൽ അങ്ങനെ ചിന്തിക്കരുത്, ഉമ്മ ലഹരി ഉപയോഗിക്കരുത്. ഇങ്ങനെ ഉമ്മയോട് വളരെ താഴ്മയോടെ സംസാരിച്ച് ഉമ്മാനെ നന്നാക്കി എടുക്കാൻ നോക്കണം. അവിടെയും വരട്ടാൻ പാടില്ല, അത് ഉമ്മയാണെന്ന ബോധം വേണം. മാതാപിതാക്കൾ ഖുർആനല്ലേ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. കള്ളു കുടിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് അബൂജഹൽ ചെയ്ത ശിർക്ക്. അതേ അബൂലഹബ് ചെയ്ത ശിർക്ക്, ആ വലിയ തെറ്റ് ചെയ്യാൻ വേണ്ടി ഉമ്മ ബാപ്പമാരെ നിർബന്ധിച്ചാൽ പോലും ഖുർആൻ പറയുന്നു നിങ്ങൾ അതിനനുസരിക്കണ്ട, പക്ഷേ അവരോട് നല്ല നിലയ്ക്ക് പെരുമാറണം. അപ്പോൾ മാതാപിതാക്കളോട് നല്ല നിലയ്ക്ക് പെരുമാറണം. മാതാപിതാക്കളെ നമ്മൾ ഒരിക്കലും തന്നെ നമുക്ക് നമ്മുടെ സ്നേഹിതന്മാരോട് പറയുന്നത് പോലെയോ ഒരന്യനോട് പറയുന്നത് പോലെയോ ബാപ്പ ഉമ്മയോട് പറഞ്ഞുകൂടാ. നല്ല ബോധം വേണം സുഹൃത്തുക്കളെ. അങ്ങനെ മനുഷ്യന്റെ നാവ്, മനുഷ്യന്റെ സ്വഭാവം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ആദരിക്കണം. നമ്മളൊക്കെ ഉസ്താദിനെ ബഹുമാനിക്കും, വേണം, അവരാലിമീങ്ങളല്ലേ, ആദരിക്കണം. എന്നാൽ ഈ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ആളുകളില്ലേ, അവരെയും ആദരിക്കണ്ടേ? ആദരിക്കാതെ തന്നെ ആരോപിക്കാന്നല്ലോ, പൊപ്പിച്ചൂടാന്നല്ല, അവനെ ചൂടനുസരിച്ച് ചെയ്യേണ്ട സംഗതി. ചൂടിലേറാഞ്ഞ പൊപ്പിക്കണ്ട, അല്ലെങ്കിൽ പൊപ്പിക്ക, അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ നമ്മുടെ മനസ്സിൽ അവരോടൊരു ബഹുമാനം വേണം. അതെന്താ? നമ്മളെ നാട്ടിലെ പള്ളി അത്
അൽഹംദുലില്ലാഹ് ഉസ്താദുമാർക്കൊക്കെ കൃത്യമായി ശമ്പളം കൊടുത്ത് പള്ളിയിലെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ച് പള്ളിയുടെ മൂത്രപ്പുരൊക്കെ നല്ല വൃത്തിയിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് എല്ലാം നല്ല നീറ്റിൽ കൊണ്ട് നടക്കുന്ന ഒരു ഭാരവാഹികള്, അവരോടൊരു ആദരവ് വേണ്ടേ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക്? കാരണം അവർക്ക് അതിന് ശമ്പളം ഉണ്ടോ? പള്ളിയിൽ ഉസ്താദിന് ശമ്പളം ഉണ്ട്. അത് പറഞ്ഞ മൊയിലാർക്കും ചിലപ്പോ പോകുമ്പോ എന്തെങ്കിലും കിട്ടിയെന്നൊക്കെ വരും. അതേസമയത്ത് ഈ പ്രസിഡന്റിന് എന്താ കിട്ടുക? 5 പൈസ കിട്ടൂല, സെക്രട്ടറിക്കോ അവൻ കിട്ടൂല. പിന്നെന്താ കിട്ടുക അറിയോ? ജനറൽ ബോഡി വരുമ്പോ ചില ചങ്ങാതികളുണ്ടാവും, പ്രസിഡന്റിനെ ഇട്ട് പൊരിക്കണം, സെക്രട്ടറിനെ ഇട്ട് പൊരിക്കണം വിചാരിച്ച് വരുന്ന ചില ആൾക്കാരുണ്ടാവും. ഒരു പണിക്കും അവനോട്ട് കിട്ടുകയില്ല. അങ്ങനെയാകാൻ പാടില്ല. ഉമ്മത്തിന് സേവനം ചെയ്യുന്നവരോട് ബഹുമാനം വേണം, ഉമ്മത്തിന് സേവനം ചെയ്യുന്നവരോട് ആദരവ് വേണം. അതേ സുഹൃത്തുക്കളെ, അത് സംഘടന നോക്കിയിട്ടല്ല. സംഘടന അല്ലാഹ് ഹലാലാക്കിയ സംഘടനയിൽ ഒരുത്തനും പുത്തൻവാദിയാകണ്ട. ഹലാലായ സംഘടനയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ വെറുപ്പ് വെക്കാനോ അനാദരിക്കാനോ പറ്റില്ല. സേവനം ചെയ്യുന്നവർക്ക് ബഹുമാനം നൽകണം. അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം മുസ്ലിം ഉമ്മത്തിൽ വളരണം. ഇരിക്കട്ടെ, അതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഉമ്മത്തിന് വലിയ നേട്ടം കൊയ്തു തരുന്നവർ, അതുപോലെ അതേ മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആലിമീങ്ങളെ വളർത്തിയെടുക്കുന്നവർ, അവരോടൊക്കെ ബഹുമാനാദരവ് സമുദായത്തിനുണ്ടാകണം. എന്തേ ആരും പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ പള്ളികൾ വേണ്ടതുപോലെ നടന്നു പോകുമോ? മദ്രസകൾ നടന്നു പോകുമോ? ഇതിന് മുന്നിട്ടിറങ്ങാൻ കുറെ ആളുകൾ ഉണ്ടാകണ്ടേ? അവരെ പേരാണ് ഭാരവാഹി. ഭാരം വഹിച്ചവർ, വെയിറ്റ് താങ്ങുന്നവർ, ഒരു മഹല്ലിന്റെ വെയിറ്റ് താങ്ങുന്നവരാണവർ. സുബ്ഹാനല്ലാഹ്, ദൂര നാട്ടിലുള്ള ഖതീബ് ജുമഅന്റെ സമയത്ത് എന്തോ കാരണത്താൽ റോഡ് ബ്ലോക്ക് ആയിട്ട് ഇങ്ങ് എത്തിയില്ലെങ്കിൽ സെക്രട്ടറിയുടെ നെഞ്ഞിടിപ്പ് എത്രയാണ്? വാലിനേറ്റ മുസ്ലിയാര് സുബ്ഹാനല്ലാഹ്, അയാളെ ഒന്ന് കണ്ണുകൊണ്ട് കാണുന്നത് വരെ പ്രസിഡന്റിന്റെ നെഞ്ഞിടിപ്പ് എത്രയാണ്? മുസ്ലിയാർക്ക് ചിലപ്പോ ഒരു ഫോൺ ചെയ്താൽ മതി, ഇന്നെ കൊണ്ട് വരാൻ കഴിയൂല. പക്ഷേ അതിന്റെ ബേജാറ് സംഘാടകർക്ക് എത്രയാണെന്ന് മുസ്ലിയാരും ചിന്തിക്കണ്ടേ? സുഹൃത്തുക്കളെ, ആദരവുകൾ നൽകേണ്ടവർക്ക് ആദരവ് നൽകണം. അതേപോലെ തന്നെ ആര് ചെയ്യുന്ന സേവനങ്ങൾക്കും നമ്മൾ ബഹുമാനം കൽപ്പിക്കണം. തഖ്വ എന്ന് പറയുന്നത് തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനസ്സ് നന്നാകണം. അതോടുകൂടെ ഫർളായ അമലുകളൊക്കെ കൃത്യമായി നിർവഹിക്കണം. ഹറാമുകളെല്ലാം കൈയൊഴിക്കണം. അങ്ങനെ രഹസ്യവും പരസ്യവും അറിയുന്ന പടച്ച റബ്ബിന് ഭക്തിയോടെ ജീവിക്കണം. അതാണ് റിഫായി ശൈഖിന്റെ ഒന്നാമത്തെ വഅദ്, അത്തഖ്വാ സാദുൽ ഖബരി. ഇപ്പോൾ കിടക്കുന്നത് എസിയും ഇട്ടിട്ടാണ്, ഫാന് കറക്കിയിട്ടാണ്. ഭാര്യ സമീപത്തുണ്ട്, അല്ലെങ്കിൽ തൊട്ടടുത്ത റൂമിൽ പലരുമുണ്ട്. എന്നാൽ ഒറ്റക്ക് പോയി കിടക്കേണ്ട ഒരു വീടുണ്ട്. അവിടെ ഫാനില്ല കേട്ടോ, എസി ഇല്ല കേട്ടോ, ഭാര്യയില്ല കേട്ടോ, നേതാവില്ല കേട്ടോ, അനുയായി ഇല്ല കേട്ടോ, ആരുമില്ല കേട്ടോ. ഇടുങ്ങിയ ഖബറിൽ ഒറ്റക്ക് പോയി കിടക്കേണ്ടതുണ്ട്. അവിടെ നിനക്കൊരുക്ക സാധനം വേണ്ടേ? ആ ഒരുക്ക സാധനമാണ് അത്തഖ്വാ സാദുൽ ഖബരി. ഖബറിലേക്കുള്ള ഒരുക്ക സാധനം തഖ്വയാണ്. വദ്ദുന്യാ ദാറുൽ ഇബ്റ. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ വഅദാണ്. വദ്ദുന്യാ ദാറുൽ ഇബ്റ. ഈ ദുനിയാവ് പാഠം പഠിക്കാനുള്ള ലോകമാണ് കേട്ടോ. എന്തെല്ലാം പാഠങ്ങൾ നമ്മൾ പഠിക്കാൻ നമ്മളെ മുന്നിലുണ്ടായി. ഇപ്പോൾ പറയുന്നില്ല, ട്രെയിനിന്റെ സമയമായി പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ കൊറോണ വൈറസ് വന്നു. അമേരിക്കക്കാരന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. പാഠം പഠിക്കണ്ടേ?
ദുനിയാവ് പാഠം പഠിക്കാനുള്ളതാണ്. ഏറ്റവും നല്ല നന്മ എന്ന് പറഞ്ഞ് സത്യം പറയലാണ്. പ്രവർത്തനങ്ങളുടെ തലവൻ ഇഖ്ലാസാണ്. അങ്ങേയറ്റം റബ്ബിന്റെ പൊരുത്തം കരുതി ചെയ്യലാണ്. അതിലേറ്റവും മഹിമയുള്ളത് സൽ സ്വഭാവമാണ്. ഇരിക്കട്ടെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറഞ്ഞു വനൂറുൽ ഖൽബി അത്തവക്കുലു അലല്ലാഹ്. അതേ ഹൃദയത്തിന്റെ വെളിച്ചമെന്ന് പറയുന്നത് അള്ളാന്റെ മേലെ സർവ്വതും ഏൽപ്പിക്കലാണ്. വമല്ലം യഅരിഫ് നഖ്സ നഫ്സിഹി ഫഹുവ ഫീ ഹിജാബ്. അവനവന്റെ ശരീരത്തിന്റെ ന്യൂനത, ആ ന്യൂനത ഒരാൾക്കറിയില്ലെങ്കിൽ അവൻ മറയിലാണ്. വൽ അജ്സു വസ്ഫുൽ മഖ്ലൂഖീൻ. കഴിവുകേടെന്ന് പറയുന്നത് സൃഷ്ടിയുടെ ഗുണമാണ്. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹുവാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹുവേ, എല്ലാറ്റിനും കഴിവുള്ള റബ്ബായ നീ ഞങ്ങളെ ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങൾ സർവ ഖൈറും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. എല്ലാ നന്മകളും വർദ്ധിപ്പിച്ചു തരണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ആ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവൻ. അവന് അവന്റെ ഔലിയാക്കൾക്ക് ഏത് അത്ഭുതങ്ങളും ഏത് കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് കൊടുക്കാറുള്ള കഴിവും അല്ലാഹുവിനുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ ചൊല്ലിവെച്ചത്. ഔലിയാക്കൾ വലിയ കറാമത്തുകളുള്ളവർ, വലിയ പദവിയുള്ളവർ. കറാമത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് സൈസ് ഉണ്ട്. ഒക്കെ പറയാൻ നേരല്ല. മാനവിയായ കറാമത്താണ് വലിയ ശ്രദ്ധതയുള്ള കറാമത്ത്. എന്താണ്? നേർക്ക് നേരെ ജീവിക്കാൻ കഴിയും, അള്ളാഹ് പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ കഴിയും. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. മറ്റൊരു കറാമത്താണ് അസാധാരണ സംഭവങ്ങൾ ഉണ്ടാവുക എന്നത്. അതിനെ സംബന്ധിച്ച് ഇമാമിയങ്ങൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. എന്താണ്? അങ്ങനെ ഉണ്ടാകും എന്നതിൽ തർക്കമില്ല. അതിൽ ഏതൊക്കെ ഉണ്ടാകും ഏതൊക്കെ ഉണ്ടാവില്ല എന്നതിനെ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഇമാമിയങ്ങൾക്കിടയിൽ ഉണ്ട്. ചില മഹാന്മാര് പറഞ്ഞു, ബാപ്പല്ലാതൊരു കുട്ടി ഉണ്ടാവോ കറാമത്തായിട്ട്? അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇബ്നു റസാൻ റളിയല്ലാഹു അൻഹു. ഇമാം സുബക്കി, ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തുടങ്ങിയ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായം അങ്ങനെയാണ്. എന്നാൽ ആ അതേ സബദിന്റെ ശറഹിൽ തന്നെ ഇമാം ശിഹാബുർ റംലി അങ്ങനെയും സംഭവിക്കാം, പക്ഷേ സംഭവിച്ചതായി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ട്രെയിനിന്റെ സമയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് കൂടുതൽ നമുക്ക് പിന്നെയും പറയാം. ധാരാളം പ്രസംഗങ്ങൾ എല്ലാ വിഷയത്തിലും യൂട്യൂബിലുണ്ടല്ലോ. വേണ്ടവർക്കൊക്കെ നന്നായി ഇരുന്ന് കേൾക്കാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും പൊരുത്തപ്പെട്ട മുഅ്മിനീങ്ങളിൽ പെടുത്തട്ടെ.